റൂട്ട് 6.25 ഇൻറ്റു റൂട്ട് ഓഫ് 0.000001 ഇൻറ്റു റൂട്ട് ഓഫ് 0.0036 വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ബേസിക്കായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ 0.1 നമുക്ക് എങ്ങനെ എഴുതാം, 1/10 എന്ന് എഴുതാം. അതുപോലെ 0.01 ആണെങ്കിൽ 1/100 എന്ന് എഴുതാം. സോ അതുപോലെ ചെയ്യുകയാണെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലെ 6.25 നമുക്ക് അങ്ങനെ എഴുതാം 625/100 എന്ന് എഴുതാം. കാരണം അത് റൂട്ടിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ അത് എത്രയാവും 6.25 തന്നെ ഈ തന്നിരിക്കുന്നത് തന്നെ നമ്പേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഇൻറ്റു എത്രയാണ് നമുക്ക് അടുത്ത് വേണ്ടത്. അടുത്ത് നോക്കൂ, അടുത്ത് ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കാം. പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 സംഖ്യയുണ്ട്. അപ്പോൾ 1/, നമുക്ക് എത്ര വേണം, 6 പൂജ്യം വേണം. 2 4 6 പൂജ്യം ഇൻറ്റു റൂട്ട് ഓഫ്, ഇനി ഇവിടെ നോക്കാം 36/, പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ 1 2 3 4 പൂജ്യമാണുള്ളത്. അപ്പോൾ അടിയിൽ എത്ര പൂജ്യം വേണ്ടി വരും, 4 പൂജ്യം വേണ്ടി വരും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ചെയ്യാം. ഇനി റൂട്ട് എന്ത് ചെയ്യാണ് വേണ്ടത്, റൂട്ട് വാല്യൂ കാണുകയാണ് വേണ്ടത്. റൂട്ട് 625 നമുക്കറിയാം, റൂട്ട് 625 എന്ന് പറയുന്നത് 25 റൂട്ട് 625. അതേപോലെ റൂട്ട് 100 എന്ന് പറയുന്നത് 10 ഇൻറ്റു 1ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1. അടുത്ത് നോക്കൂ, ഇതിൻ്റെ റൂട്ടാണ്, ഇത് എത്രയാണ്, 100 1000 14 ലക്ഷം 10 ലക്ഷമാണ്. 10 ലക്ഷത്തിൻ്റെ റൂട്ടെന്ന് കണക്കാക്കുന്നത് 2 പൂജ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്യണം. അതായത് അതിൻ്റെ പകുതി പൂജ്യമുള്ളത് ആയിരിക്കും അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 1000 ഇൻറ്റു 1000 എന്ത് 10 ലക്ഷം. അപ്പോൾ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1000 ആയിരിക്കും. ഇൻറ്റു 36ൻ്റെ റൂട്ട് നമുക്കറിയാം 6. ഇതിൻ്റെത് പകുതി എടുത്തു കഴിഞ്ഞാൽ 10,000ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 100. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 25. അടിയിലുള്ളത് എന്ത് ചെയ്യുക, 25 ഇൻറ്റു മുകളിലുള്ളതൊക്കെ ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 25 ഇൻറ്റു 6 എത്ര വരും, 6 5 30, 3 ബാക്കി 2 12 3 15 വരും. അതേപോലെ അടിയിൽ എത്ര വരും, 10 ഇൻറ്റു 1000 ഇൻറ്റു 100. മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 1 0 3 3 2 5 6 പൂജ്യം വരും. ഓക്കെ, അപ്പോൾ 3 2 4 6 പൂജ്യം. ഇനി 1 പൂജ്യം മുകളിൽ നിന്ന് 1 പൂജ്യം അടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 15/, എത്ര പൂജ്യം കിട്ടും, അടിയിൽ 5 പൂജ്യം ബാക്കി ഉണ്ടാവും. 3 4 5. സോ നമുക്ക് ഇതിനെ പോയിന്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ എത്ര പൂജ്യം ഉണ്ടോ അതിനനുസരിച്ചുള്ള ഡെസിമൽ പോയിൻ്റ് ഇടുക. അപ്പോൾ 2 ഡെസിമൽ പോയിൻ്റ് വിട്ടിട്ട് കഴിഞ്ഞാൽ 0.15 ആവുക. അപ്പോൾ 2 0 അടിയിൽ നിന്ന് പോയി. ഇനി അത് 3 0 കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 3 0 ഇതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ 0.00015 എന്ന് എന്ത് കിട്ടും, ആൻസർ ആയിട്ട് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ HCF ഓഫ് 2 numbers ഈസ് 15 ആൻഡ് ദെയർ LCM ഈസ് 900. ഇഫ് വൺ ഓഫ് ദ നമ്പർ ഈസ് 60 ദെൻ ദി അതർ ഈസ്. അതിന് സിമ്പിളായിട്ട് ഇവിടെ ഞാനൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലായ്പ്പം വെക്കേണ്ടത് HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ. LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് HCFും തന്നിട്ടുണ്ട്. HCF തന്നിട്ടുള്ള എത്രയാണ്, HCF ഈക്വൽ ടു 15 ആണ്. അതേപോലെ LCM തന്നിട്ടുണ്ട്. LCM പറഞ്ഞിരിക്കുന്നത് 900. 1 നമ്പർ തന്നിട്ടുണ്ട്. 1 നമ്പർ എന്നുള്ളത് എത്രയാണ്, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 60 ആണ്. എന്നാൽ സെക്കൻഡ് നമ്പർ എന്ത് ചെയ്തില്ല, തന്നിട്ടില്ല. സെക്കൻഡ് നമ്പറാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അപ്പോൾ HCF ഇൻറ്റു LCM 900 ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു എന്താണ് അടുത്ത സെക്കൻഡ് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ 60 ഈ ഇടത് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്താവും, 15 ഇൻറ്റു 900 / 60 എന്നാവും. അപ്പോൾ ഇത് ചെറുതാക്കി കഴിഞ്ഞാൽ 6 എത്ര പ്രാവശ്യം പോകും, 3 2 പ്രാവശ്യം പോകും. അതുപോലെ 90 3 30 പ്രാവശ്യം പോകും. 2 30 15 പ്രാവശ്യം പോകും. 15 ഇൻറ്റു 15 നമുക്ക് കിട്ടുക. 15 ഇൻറ്റു 15 എത്രയാണ്, 225 എന്ത് സെക്കൻഡ് നമ്പർ. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടൈം ഇൻ എ ക്ലോക്സ്. ഇത് എന്താണ്, ഇതിലെ ആൻസർ കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ടുള്ള ഇക്വേഷൻ ഞാൻ പറയാം. ഇവിടെ ബേസിക്കായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, 30H, അതായത് ഒരു ക്ലോക്കിലെ ഹവർ ഹാൻഡിൻ്റെയും അതേപോലെ മിനിറ്റ് ഹാൻഡിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ എല്ലാം ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 30H - 11/2 m ആണ്. ഈ H എന്ന് പറയുന്നത് എത്ര ഹവറാണ് ഉള്ളത്. ഇപ്പോൾ 4:30 സമയം. 4ൻ്റെയും 30ൻ്റെ ഇടയ്ക്കുള്ള ടൈമാണ് കണ്ടത് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഇത് തന്നെ ചെയ്യാം. ക്വസ്റ്റ്യനിൽ 10:25 ഉള്ളത്.
അപ്പോൾ ഇവിടെ എച്ചിന് പകരം കൊടുക്കേണ്ടത് 10 അതേപോലെ എമ്മിന് പകരം കൊടുക്കേണ്ടത് 25. അപ്പോൾ അല്ലെങ്കിൽ ചില ആൾ ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് 30H മൈനസ് 5.5 M എന്നായിരിക്കും ചിലപ്പോൾ ഇക്വേഷൻ ബൈഹാർട്ടാക്കി ഉണ്ടാവുക. 11/2 തന്നെയാണ് 5.5. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 160 അടുത്തൊക്കെയാണ് ആൻസർ കിട്ടുക. പക്ഷേ ഇതിലെന്തില്ല, ആൻസർ ഇല്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, എ മെറ്റാലിക് റൈറ്റ് സർക്കുലർ കോൺ ഓഫ് വോളിയം 288 pi centimeter cube is melt into sphere. What is the surface area of the sphere? അതായത് ഒരു മെറ്റാലിക് റൈറ്റ് സർക്കുലർ കോണുണ്ട്, ഇതാണെന്ന് വിചാരിക്കുക ആ കോണ്. ഓക്കെ, ഈ കോൺ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഉരുക്കിയതിന് ശേഷം ഒരു സ്ഫിയറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഈ മെറ്റാലിക് സ്ഫിയറിൻ്റെ കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്, 288 pi ആണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം ഒരുക്കി ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും, വോളിയം സെയിം ആയിരിക്കും. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും, 288 pi centimeter cube തന്നെയായിരിക്കും. ഇനി നമുക്ക് കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ, ഈ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നതാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട 2 ബേസിക് ഇക്വേഷൻ, ഒന്ന് സ്ഫിയറിൻ്റെ വോളിയമാണ്, അതേപോലെ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 pi r ക്യൂബാണ്. അതേപോലെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ 4 pi r സ്ക്വയർ ആണ്. അപ്പോൾ ഈ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 288 pi ആണെന്ന്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ 4/3 pi r ക്യൂബ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും, 288 pi ആണെന്ന് കിട്ടും. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 288 pi കട്ട് ചെയ്ത് കഴിയുക. അതേപോലെ ഈ 4ഉം 3 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ r ക്യൂബ് ഈക്വൽ ടു 288 × 3/4 എന്ന് കിട്ടും. അതേപോലെ 4 28 7 പ്രാവശ്യം പോവും, 2 8 2 പ്രാവശ്യം പോവും, 72 × 3 എന്ന് പറയുന്നത് 6, 216 എന്ന് കിട്ടും. അതാണ് r ക്യൂബ്. r ക്യൂബ് 216 ആണെങ്കിൽ ഏതാണ്, r എന്ന് പറയുന്നത് 6 ആയിരിക്കും. 6ൻ്റെ ക്യൂബാണ് ഇത് 216. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റേഡിയസ് കിട്ടി. സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഈ 6 എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയൻ്റെ ഇക്വേഷൻ ഞാൻ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, 4 pi r സ്ക്വയർ. അപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിലൊക്കെ പൈ ഉണ്ട്. അപ്പോൾ പൈ നമ്മൾ എന്ത് ചെയ്യേണ്ട, വേറെ ഒന്ന് മാറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 × pi × r സ്ക്വയർ എത്രയാണ്, 6 എത്രയാണ്, 6 ആണ്. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36. ഇനി 36 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും, 144 വരും. 144 pi ആണ് നമുക്കെന്ത് കിട്ടുക, ആൻസറായിട്ട് കിട്ടും. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A train 250 meter long is moving at a speed of 86 km/h. In how much time will it take to cross a man coming from the opposite direction at a speed of 4 km/h? ഓക്കെ, ട്രെയിനിൻ്റെ ആദ്യം തന്നിരിക്കുന്നത്, ഓപ്ഷനിൽ തന്നിരിക്കുന്നത് സെക്കൻഡിലാണ്. അപ്പോൾ നമുക്ക് ഈ വെലോസിറ്റിയൊക്കെ തന്നിരിക്കുന്നത് km/h. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ ട്രെയിനിൻ്റെതും അതേപോലെ അയാളുടെ ആ മാൻ കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റായിട്ട് വരുന്ന അയാളുടെ വെലോസിറ്റി എന്ത് ചെയ്യണം, m/s മാറ്റണം. അപ്പോൾ നമുക്ക് ആദ്യം ട്രെയിനിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ട്രെയിൻ നമുക്ക് എന്ത് ചെയ്യാം, m/s മാറ്റാം. അപ്പോൾ 86 m/s മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഇൻറ്റു 5/18. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 18 9 ആവും. അതേപോലെ 86 43 ആവും. അപ്പോൾ 43 × 5/9 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യേണ്ട, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നെ ഉപയോഗിക്കാം. അടുത്തത് വെലോസിറ്റി ഓഫ് മാൻ ആണ്. വെലോസിറ്റി ഓഫ് മാൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 4 ആണ്. അപ്പോൾ 4 × 5/18 ചെയ്യാം. അപ്പോൾ 4 എത്രയും 2 ആവും. 18 എന്ന് പറയുന്നത് 9 ആവും. അപ്പോൾ 2 × 5 10/9 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതൊക്കെ കിട്ടുന്ന എത്രയാണ്, m/s നമുക്ക് ഇതിൻ്റെയൊക്കെ വെലോസിറ്റി പായത്. ഇനി നമുക്കറിയാം, ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് നിന്ന് വരുവാണ്, മാൻ അങ്ങോട്ടേക്ക് ഓപ്പോസിറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കമ്പൈൻഡ് വെലോസിറ്റി ആയിരിക്കും നമുക്ക് ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടത്. v1 + v2 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കമ്പൈൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ടാണ് കമ്പൈൻഡ് വെലോസിറ്റി. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പൈൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ എത്ര വരും, 43 × 5/9 എന്ന് പറയുന്നത് 15, 215/9 പ്ലസ് അതേപോലെ 10/9. അത് എത്ര കിട്ടും, ആൻസർ 225/9 എന്ന് കിട്ടും m/s. ഇനി നമുക്ക് വെലോസിറ്റിയുടെ ഈ ബേസിക്കൽ ഇക്വേഷൻ, വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്, അതിന് ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ക്രോസ് എ മാൻ എന്നാണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ട് 250 മീറ്റർ ലോങ് ആണ്.
അതേപോലെ അപ്പോൾ 250 ഡിവൈഡ് ബൈ വെലോസിറ്റി എത്രയാണ്? ആ കമ്പേൻ്റെ വെലോസിറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്. 225 ഡിവൈഡ് ബൈ 9. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 250 ഇൻറ്റു അടിയുള്ളത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഡിവൈഡ് ബൈ 225. സോ 25 എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം പോകും. ഇവിടെയാണ് 9 പ്രാവശ്യം പോകും. 9 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 10 സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 12 men and or 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് 7 men or 12 women can complete a work in 25 days, how many days take to finish the same work with 21 men and 24 women? അതായത് 7 പുരുഷന് ഒരു വർക്ക് ചെയ്യാൻ 25 ദിവസമാണ്. ഓക്കെ, 25 ഡേയ്സ്. അതേപോലെ ഓർന്നാണ് തന്നിരിക്കുന്നത് 12 വുമൺ ആണെങ്കിലും എത്ര ദിവസം മതി? 25 ഡേയ്സ് മതി. ഓക്കെ, അടുത്തത് അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ് ടേക്ക് ടു ഫിനിഷ് ദ സെയിം വർക്ക് വിത്ത് 21 men and 24 women? 21 പുരുഷന്മാരും 24 സ്ത്രീകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കഴിയുമെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് കുറേ രീതിയിൽ ചെയ്യാം. ഏറ്റവും ബേസിക്കായി ചെയ്യുകയാണെങ്കിൽ ഇവിടെ 7 men തന്നിരിക്കുന്നത് 25. അപ്പോൾ എത്രയാണ്? 7 men 25 ഡേയ്സ് ആണെങ്കിൽ എന്താണ്? 1 man എത്ര ദിവസം എടുക്കും? 1 man 25 ഇൻറ്റു 7 അത് നിങ്ങൾ ലോജിക്കലായിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പോൾ 7 ആൾക്കാർ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം എടുക്കും. ഒരാൾക്കാർ ചെയ്യുമ്പോൾ കൂടുതൽ ദിവസമാണ് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ 25 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 35, 175 വരും. ഓക്കെ, 175 ഡേയ്സാണ് എന്ത് ചെയ്യുന്നത്? ഒരു ആണുങ്ങൾ എടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത്. ഇനി നോക്കി, ഇത് ഒരാൾ എടുക്കുകയാണെങ്കിലാണ് നമുക്ക് കാണുന്നത് 21 men എടുക്കുകയാണെങ്കിലാണ്. ഇപ്പോൾ 21 പുരുഷന്മാർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. 21 7 3 പ്രാവശ്യം പോകും. 17 2 35 5. അപ്പോൾ 25/3 ഡേയ്സ് എടുക്കും 21 men ചെയ്യാൻ. ഇനി നോക്ക്, ഇനി വുമണിൻ്റെ കണക്കാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. 24 വുമൺ, 12 വുമൺ വർക്ക് ചെയ്യാൻ എടുക്കുന്നത് 25 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ 24 വുമൺ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. പക്ഷേ അതിലും എളുപ്പമായിട്ട് നോക്ക്, പകുതി ഇപ്പോൾ ഇരട്ടി വുമൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു? പകുതി സമയം എടുക്കും. 25 ദിവസം ഉണ്ടെങ്കിൽ 25/2 ദിവസം ഇനി എടുക്കും. 12 വുമൺ 25 ദിവസമാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആൾക്കാർ ചെയ്യുമ്പോൾ വർക്കിൻ്റെ ദിവസം പകുതിയാവും. അപ്പോൾ 25/2 എന്തേ വരും? ഡേയ്സേ വരും. അപ്പോൾ ഇവരിനി എന്ത് ചെയ്യുന്നത്? ഒന്നിച്ചെടുക്കുവാണ്. അപ്പോൾ ഒന്നിച്ചെടുക്കുമ്പോൾ അവരുടെ 21 men ഈ വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 25/3 ഡേയ്സാണ്. അപ്പോൾ ഇവർ 1 ഡേ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇൻ 1 ഡേ 3/25 ആയിരിക്കും. ഓക്കെ, അതേപോലെ 24 വുമൺ ചെയ്യാനെടുക്കുന്ന വർക്കാണ് 25/2. അവർ ഒരു ദിവസം എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് 2/25 ആയിരിക്കും. ഓക്കെ, ഈ മെത്തേഡിൽ അല്ലെങ്കിൽ LCM മെത്തേഡിലും എന്ത് ചെയ്യാം? ഇതേ ക്വസ്റ്റ്യൻ അതേ രീതിയിലും ചെയ്യാം. അപ്പോൾ ഇവർ കമ്പൈൻഡായിട്ട് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന 1 ഡേ വർക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. 2/25 പ്ലസ് 3/25 ചെയ്താൽ മതി. അതെത്രയാണ്? 5/25. അപ്പോൾ എത്ര വരും? 5/25 പ്രാവശ്യം വരിക 1/5. അതായത് ഒരു ദിവസം അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1/5 വർക്കാണ്. അപ്പോൾ ഒരു ദിവസം 1/5 വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും വർക്ക്? 5 ദിവസം കൊണ്ട് അവർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഞാൻ പറയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ഏറ്റവും ടേബിൾ മെത്തേഡാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ടേബിൾ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം, ഒരു പ്രിൻസിപ്പൽ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാങ്കിലിടുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഇടുന്ന ബാങ്കിലിടുന്നത് 10,000 രൂപയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എല്ലാം ചെയ്യേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആദ്യം 3 വർഷത്തേക്ക്, ഏറ്റവും മിനിമം ഒരു 3 വർഷത്തേക്കൊക്കെയാണ് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചോദിക്കാറ്. 3-2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള എന്ത് ചെയ്യുക? ഒരു കോളം ഉണ്ടാക്കി വെക്കുക. കോളം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ
ഇനി 10% എങ്കിൽ എന്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് കാണുന്ന രീതിയാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആദ്യം പറയുന്നത്. അപ്പോൾ 1000-ൻ്റെ 10% ഇവിടെ എഴുതേണ്ടത്. 1000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 100 ഉണ്ടാവും. ഇനി ഇവിടെ എന്താണ് എഴുതുന്നത് അത് തന്നെയാണ് 3 അടിയിലോട്ട് 3 സ്ഥലത്ത് എഴുതേണ്ടത്. ഇവിടെ 100 ഉണ്ടാവും, എന്തുണ്ടാവും? ഇവിടെ 100 ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ഈ ബോക്സിൽ എഴുതേണ്ടത് ഇതിൻ്റെ 10%. ഇതിൻ്റെ 10% എന്ന് പറയുന്നത് 100-ൻ്റെ 10% എത്ര ഉണ്ടാവും? 100-ൻ്റെ 10% എന്ന് പറയുന്നത് 10 അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിൽ എഴുതേണ്ടത് 2 × 10 2 × 10 അപ്പോൾ എത്ര ഉണ്ടാവും? 20 ഉണ്ടാവും. ഇനി ഈ കോളത്തിൽ എഴുതേണ്ടത് എന്താണ്? ഇതിൻ്റെ 10%. അപ്പോൾ എത്ര കിട്ടും? ഈ 10-ൻ്റെ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? അത് 1 ഇനി നോക്ക്, 3 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു മെത്തഡാണ് ഇത്. അപ്പോൾ ഈ ആദ്യത്തെ ഈ 3 കോളങ്ങളും കൂട്ടിക്കഴിഞ്ഞാലാണ് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുക. അതെത്രയാണ്? 100, 200, 300. അപ്പോൾ 3 വർഷത്തേക്ക് ഒരാൾ 1000 രൂപ പ്രിൻസിപ്പളായിട്ട് ഒരു ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത് എത്രയായിരിക്കും? 300 രൂപയായിരിക്കും. ഓക്കെ, അത് ഈ 3 കൂട്ടി കഴിഞ്ഞാൽ 300 രൂപ കിട്ടും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ ഇതെന്ത് ചെയ്യണം? ഈ 5 കോളത്തിലുള്ളതും കൂടിയും 6 കോളത്തിലുള്ളതും കൂടി എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ ഈ 300 പ്ലസ് ഇവിടുത്തെ 2 20, 10, 30, 31. അപ്പോൾ 31 കൂടി കൂട്ടിക്കാൻ 331 കിട്ടും. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈ റോ ഉള്ളത്, ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടോട്ടൽ. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതായിരിക്കും. അപ്പോൾ ഈ കോളത്തിലുള്ള മാത്രം കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? 31 രൂപ എന്ന് കിട്ടും ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? അനിൽ ആൻഡ് റാഹിം ഡെപ്പോസിറ്റഡ് ദ സെയിം എമൗണ്ട് ഓഫ് മണി ഫോർ ദ 3 years ഇൻ എ ബാങ്ക്. അപ്പോൾ അവർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എത്രയാണെന്ന് പറയുന്നില്ല. നമുക്കറിയാം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം P ആണെന്ന് എടുക്കും. അനിൽ ഡെപ്പോസിറ്റഡ് അറ്റ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് റഹീം ഡെപ്പോസിറ്റഡ് അറ്റ് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരാൾ സിമ്പിൾ ഇൻട്രസ്റ്റിലും മറ്റൊരാൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ 3 years 3 വർഷം കഴിയുമ്പോൾ റഹീമിന് 1550 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം റഹീം ഡെപ്പോസിറ്റ് ചെയ്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്, അപ്പോൾ കൂടുതൽ പണം കിട്ടും. അങ്ങനെയാണെങ്കിൽ അവർ എത്ര എമൗണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? ഈ P ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കാണേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ P ആണെങ്കിൽ ഇവിടെ 10% എന്ത് ചെയ്യുന്നത്? കോമ്പൗണ്ട് റേറ്റ് തരുന്നത്. 2ൻ്റെ റേറ്റ് 10%. അപ്പോൾ ഞാൻ ആ 3 കോൾ ഉണ്ടാക്കി. ഇവിടെ 3 വർഷമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 3 ടേബിളായിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് P-ൻ്റെ 10%. P-ൻ്റെ 10% എന്ത് ചെയ്യുന്നത്? ഇവിടെ കിട്ടുന്നത്. അപ്പോൾ P-ൻ്റെ 10% എന്ന് പറയുന്നത് എത്ര വരും? P/10 എന്ന് വരും. അപ്പോൾ ഇവിടെ അടിയുള്ള 3 എത്ര തന്നെ വരും? P/10 തന്നെ വരും. ഇനി ഇതിൻ്റെ 10% ഇവിടെ ഈ ഒരു കോളത്തിലേക്ക് വരിക. അപ്പോൾ അത് എത്ര വരും? ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ P/100 വരും. നമുക്കറിയാം ഈ കോളത്തിൽ എഴുതേണ്ടത് 2 ഇൻറ്റു ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 2P/100 ആണ് ഇവിടെ വരിക. ഇതിൻ്റെ 10% ഈ കോളത്തിൽ വരുന്നത്. അപ്പോൾ P/1000. ഇനി നോക്ക്, അവർ തന്നിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഒരാൾക്ക് 1550 രൂപ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് ഇതാ, ഇത്രയാണ് ആർക്ക് കിട്ടിയത്? ഒരാൾക്ക് കിട്ടിയത്. മറ്റേ ആൾക്ക് കിട്ടിയത് ഇത് മൊത്തമാണ്. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും ഈ ലാസ്റ്റിലത്തെ 3 കോളത്തിലാണ് ഡിഫറൻസ്. നമുക്കത് എത്രയാണെന്ന് നോക്കാം. P/100 പ്ലസ് 2P/100 പ്ലസ് P/1000. അതാണ് എന്ത്? ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് എത്രയായിരുന്നു? അത് തന്നിട്ടുണ്ട്. 1550 ആ ഡിഫറൻസ്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 3P/100 പ്ലസ് 1/1000. ഓക്കെ, അവരെ 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 30 ആവും. അപ്പോൾ 31P/1000 ഈക്വൽ ടു എത്രയാണ് കിട്ടും? 1550 കിട്ടും. ഇനി ആ P കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1000 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 1550 ഇൻറ്റു എത്ര വരും? 1000 ഡിവൈഡ് ബൈ 31 എന്ന് കിട്ടും. ഇനി ഇത് എന്ത് ചെയ്യാം? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 31 155 5 പ്രാവശ്യം പോകും. അപ്പോൾ 50 ഇൻറ്റു 1000 വരും. 50 ഇൻറ്റു 1000 എത്രയാണ്? 50000 കിട്ടും. അപ്പോൾ 50000 നമുക്ക് എന്ത് കിട്ടുന്നത്? P കിട്ടുന്നത്. അപ്പോൾ P ആണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അത് തന്നെയാണ് നമ്മുടെ ആൻസറും. ഇക്വേഷൻ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇക്വേഷൻ വെക്കുമ്പോൾ നമുക്കറിയാം പവർ 3 വരും. അപ്പോൾ അത് ചെയ്യേണ്ടി വരും, അത് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് 11th ഇത് ക്വസ്റ്റ്യൻ എന്തല്ല, കംപ്ലീറ്റ് അല്ല. ദെൻ ഡിസംബർ 2016 എന്നാണ് ചോദിക്കുന്നത്. ഒരു ഡേറ്റ് അല്ല ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇത് കറക്റ്റ് തന്നിട്ടുണ്ട്, പക്ഷേ ഡിസംബർ എത്രാമത്തെ ഡേറ്റിലെ ഡേ ആണ് കാണുന്നത് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തില്ല, അത് ക്വസ്റ്റ്യൻ തെറ്റാണ്. പക്ഷേ ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, അതിൽ ക്വസ്റ്റ്യൻ കീയിൽ തന്നിരിക്കുന്നതാണ്, അത് തെറ്റാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇഫ് എ ഈസ് ടു ബി, ഓക്കെ, ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഈസ് ടു ബി ആദ്യം എഴുതുക, അത്രയാണ് 4:3. ഇനി അടുത്ത ബി ഈസ് ടു സി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇവിടെ നിന്നായിട്ട് തുടങ്ങും 6:10. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 3 തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റിയിടുക, അതേപോലെ ഈ 6 തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റിയിടുക. എന്നിട്ട് അത് കണ്ട് എന്ത് ചെയ്യുക, മൊത്തത്തിൽ മൾട്ടിപ്ലൈ. അപ്പം 4 × 6 എത്ര വരും, 24 വരും. 3 6 18 വരും. 3 × 10 30 വരും. അപ്പോൾ ഇതാണ് റേഷ്യോ. ഈ റേഷ്യോ എന്ത് ചെയ്തില്ല, നമ്മൾ ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ ഇത് എന്താ, ചെറുതാക്കുക. ഇത് ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ 24ൻ്റെ എത്രയാണ് ഈ 8 കിട്ടണമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, ആദ്യത്തെ 8 കിട്ടും. രണ്ടാമത്തത് 18ന് 3 കൊണ്ട് ഡിവൈഡ് 6 കിട്ടും. 30ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസറിലുള്ളത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഓപ്ഷനിലുള്ള അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ചെറുതാക്കി എടുത്താൽ മതി. അപ്പോൾ 4 ഇത് ഇനിയും ചെറുതാക്കുവാണെങ്കിൽ 4:3:5 വരും. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ എന്തില്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതേപോലെ 10ാമത്തെ ക്വസ്റ്റ്യനും എന്തല്ല, കറക്റ്റല്ല. 10ാമത്തെ ക്വസ്റ്റ്യന് കറക്റ്റല്ല. അവർ ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. √3 (n) ആണോ അല്ലെങ്കിൽ √3 (n) ആണെന്നൊന്നും അവർ പറഞ്ഞില്ല. എങ്ങനെ ആയാലും 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, പെർഫെക്റ്റ് ആൻസർ കിട്ടില്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ. എ മാൻ ഈറ്റ് 28 കിലോഗ്രാം ഫ്രൂട്ട്സ് ഇൻ എ വീക്ക്, ഫൈൻഡ് ഔട്ട് ഈസ് ആവറേജ്. അപ്പോൾ ഒരാൾ 28 കിലോഗ്രാം ഒരു വീക്കിൽ 7 ദിവസം കൊണ്ട് തിന്നെങ്കിൽ അയാൾ ആവറേജ് 28/7 ആണ്. 28/7 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അനു ഈസ് ദി ഡോട്ടർ ഓഫ് മനു. സീത ഈസ് ദി വൈഫ് ഓഫ് മനു. വിവേക് ഈസ് ദി സൺ ഓഫ് സീത. ഹൗ അനു ഈസ് റിലേറ്റഡ് ടു വിവേക്. അപ്പോൾ നമുക്ക് നോക്കാം. അനു ഈസ് ദി ഡോട്ടർ ഓഫ് മനു. മനുവിൻ്റെ ഡോട്ടറാണ്. അപ്പോൾ അടിയിലുള്ള ജനറേഷനാണ് വരുന്നത് അനു. അപ്പോൾ അനു ഡോട്ടറാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ഹൈഫൺ മോളിലിട്ടാൽ മതി, സ്ത്രീയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് മനു എന്താണെന്ന് തന്നിട്ടില്ല. മനു പുരുഷനാണോ സ്ത്രീയാണോ നമുക്ക് ഇവിടുന്ന് ക്ലിയർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഇത് നോക്കാം. സീത ഈസ് ദി വൈഫ് ഓഫ് മനു. ഓക്കെ, മനുവിൻ്റെ വൈഫാണ് സീത. അപ്പോൾ ഇവർ തമ്മിലാണ് റിലേഷൻ, സീത. അപ്പോൾ സീത വൈഫായതുകൊണ്ട് ഒരു ഹൈഫൺ എടുത്തിട്ടുണ്ട്, മനു ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ മനു എന്താണ്, ഒരു മെയിലാണ്, സീത എന്ന് പറയുന്നത് ഫീമെയിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വിവേക് ഈസ് ദ സൺ ഓഫ് സീത. വിവേക് എന്ന് പറയുന്നത് സീതയുടെ സണ്ണാണ്. ഓക്കെ, അപ്പോൾ വിവേക് നമുക്കൊരു സ്റ്റാർ ഇടാം, അയാൾ മെയിലാണെന്ന് കാണിക്കാം. അങ്ങനെയാണെങ്കിൽ അനു ഈസ് റിലേറ്റഡ് ടു വിവേക്. ഇവർ തമ്മിലുള്ള റിലേഷനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവരെന്താണ്, ഇത് സെയിം പാരൻസിൻ്റെ 2 മക്കളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അനു എന്ന് പറയുന്നത് എന്താണ്, അനു ഈസ് ദി സിസ്റ്ററാണ്, സിസ്റ്റർ ഓഫ് വിവേക്. അപ്പോൾ സിസ്റ്ററാണ് നമുക്ക് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13. നോസ് ഈസ് ടു സ്മെൽ ആസ് ഇയർ ഈസ് ടു. ഓക്കെ, നോസ് എന്നത് എന്തിനാണ്, സ്മെൽ ചെയ്യാനാണെങ്കിൽ ഇയർ എന്ന് പറയുന്നത് ഹിയറിങ്ങിനാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തത് ഒരു ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അരുൺ വാക്സ്. ആദ്യം ഡയറക്ഷൻ എഴുതി കഴിഞ്ഞാൽ VENS. ഓക്കെ, അരുൺ വാക്സ് 1 കിലോമീറ്റർ ടു ഈസ്റ്റ്. 1 കിലോമീറ്റർ ടു ഈസ്റ്റ് ആണ് ആദ്യം വാക്ക് ചെയ്യുന്നത്. ദെൻ ടേൺ ടു സൗത്ത് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. എഗെയിൻ ഹീ ടേൺസ് ടു ഈസ്റ്റ് ആൻഡ് വാക്ക്ഡ് 2 കിലോമീറ്റർ. ആഫ്റ്റർ ഹീസ് ടേൺസ് ടു നോർത്ത് ആൻഡ് വാക്സ് 9 കിലോമീറ്റർ. അപ്പോൾ ഇവിടുന്ന് അയാൾ എത്ര ഇങ്ങോട്ട് പോകുന്നുണ്ട്, 9 കിലോമീറ്റർ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ഈസ് അരുൺ ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇതിലേക്കുള്ള എത്ര ദൂരം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് കിട്ടണം. അപ്പോൾ ഇവിടെ 1 കിലോമീറ്റർ ഉണ്ട്, അതേപോലെ അടിയിൽ 2 നടത്തി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എത്രയാണ്, 3 ആണ്. ഇനി അടിയിലോട്ട് അയാൾ 5 കിലോമീറ്റർ നടന്നിട്ടുണ്ട്, മുകളിലോട്ടേക്ക് 9 നടന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നടന്നത് ഇവിടം വരെ എത്തുന്നത് എത്രയായിരിക്കും, 9 5 കുറച്ച് കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇതൊരു എന്താണ്, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രയാണെന്ന് കിട്ടും, 5 ആണെന്ന് കിട്ടും. √3² + 4² അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ √25 കിട്ടും. അത് 5 ആണെന്ന് എന്ത് കിട്ടും, ആൻസറായിട്ട് കിട്ടും. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഹൗസ് ഈസ് കോഡഡ് ആസ് USHOE, ദെൻ ഹൗ വിൽ ടേബിൾ
ബി കോഡഡ്. ഓക്കെ, ഇത് ചെയ്യാൻ ഏറ്റവും നല്ല എളുപ്പമെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ നമ്പർ ഇടുക. 1 2 3 4 5 നമ്പർ ഇടുക. അതുപോലെ ഇതിവിടെ എങ്ങനെയാണ് മാറുന്നത് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് 3 ആണ്, രണ്ടാമത് എസ് വരുന്നത് 4ാമത്തെ പൊസിഷനിലാണ്, എച്ച് വരുന്നത് 1ാമത്തത്, അതേപോലെ ഒ വരുന്നത് 2ൽ, ഇ വരുന്നത് 5ാമത്തെ പൊസിഷനിലാണ്. അതേപോലെ നമുക്ക് ഇത് 1 2 3 4 5 എന്ന് കോഡിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓർഡറിൽ കിട്ടണം. ഈ ഓർഡറിൽ കിട്ടണമെങ്കിൽ 3 4 1 2. അപ്പോൾ ഇതിലുള്ള 3 എടുത്തു കഴിഞ്ഞാൽ ആദ്യം ബി കിട്ടും, 4 1 എടുക്കാം, 4 എടുത്തു കഴിഞ്ഞാൽ എൽ ആണ്, 1 എടുത്തു കഴിഞ്ഞാൽ ടി ആണ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. പിക്ക് ദി ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട്, അതായത് താഴ്ന്നിരിക്കൽ ഓഡ് വൺ ഔട്ടാണ്. ഏതാണ്? സ്പൈഡറാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ഫോട്ടോ എന്നത് മോത്തിൻ്റെ സ്പോട്ടോ ആണ്. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കാം. ഇൻ എ മന്ത് ഓഫ് 30 days, ദി ഫസ്റ്റ് ഡേ ഓഫ് ദി മന്ത് ഈസ് മൺഡേ, ദെൻ ദി ലാസ്റ്റ് ഡേ ഓഫ് ദി മന്ത്. അതായത് 30 ദിവസമുള്ള ഒരു മാസമാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡേ എത്രയാണ് തന്നിട്ടുണ്ട്? അത് മൺഡേ ആണ്. ഇത് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. 7 ദിവസം കൂടുമ്പോൾ 8ാമത്തെ ദിവസം എന്ന് പറയുന്നത് മൺഡേ ആയിരിക്കും. അതുപോലെ 7 കൂട്ടി കഴിഞ്ഞാൽ 15 22 29 അതൊക്കെ എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. അങ്ങനെയാണ് 30ാമത്തെ ദിവസം എന്ന് പറയുന്നത് മൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂസ്ഡേ ആണ് വരിക. അതാണ് നമ്മുടെ ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസേർട്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ ഇതിൽ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 2 - 1 ആണ് ചെയ്യുന്നത്. അപ്പോൾ 2 × 2 - 1 ചെയ്താൽ 3 കിട്ടും. അതാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഇതിനെ 2 × 3 - 1 ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. അതാണ് ഇവിടെ. അടുത്ത് 2 × 5 - 1 ചെയ്ത് കഴിഞ്ഞാൽ 10 - 1 9 കിട്ടും. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതേപോലെ 2 × 9 - 1 ചെയ്ത് കഴിഞ്ഞാൽ 17 കിട്ടും. അതാണ് ഇവിടെ. അടുത്ത് 2 × 17 - 1 ചെയ്ത് കഴിഞ്ഞാൽ 33 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് ഓഫ് 20 സ്റ്റുഡൻസ്. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. In a class of 20 students, 19 get an average of 42 marks. If the remaining student get 62 marks, the average mark of the whole class is. Okay, 20 സ്റ്റുഡൻസിന് എത്രയാണ്? 19. ഇൻ എ ക്ലാസ് ഓഫ് 20 സ്റ്റുഡൻസ്, അതായത് ടോട്ടൽ ഉള്ളത് എത്രയാണ്? ടോട്ടൽ ഉള്ളത് ഇവിടെ തന്നിരിക്കുന്നത് 20. 19 പേർക്ക് കിട്ടുന്ന ആവറേജ് എന്ന് പറയുന്നത് 42 മാർക്കാണ്. അപ്പോൾ 19 പേർക്കാണ് കിട്ടുന്നത്. അപ്പോൾ 19 സമ്മ് ഡിവൈഡ് ബൈ 19 എന്ന് പറയുന്നത് എത്രയാണ്? 49 ആണ്, 42 ആണ്. അപ്പോൾ ഈ 19 പേരുടെ സം എന്ന് പറയുന്നത്, ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 42 × 90 ആയിരിക്കും. അപ്പോൾ അത് എത്ര കിട്ടും? ഓക്കെ, 798 കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് 20ാമത്തെ ഇഫ് ദി റിമൈനിങ് സ്റ്റുഡൻറ്റ്, 20ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 62 ആണ്. അപ്പോൾ 798 + 62 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 6 15 1 16 860 കിട്ടും. അപ്പോൾ 860 ആണ് 20 കുട്ടികളുടെ സം എന്ന് പറയുന്നത്. അപ്പോൾ 20 കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത് 860 ഡിവൈഡ് ബൈ 20 ആയിരിക്കും. അതായത് ടോട്ടൽ ഡിവൈഡ് ബൈ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 86 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 43 ആയിട്ട് ആൻസർ കിട്ടും. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 8s ആർ. ഓക്കെ, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. എന്താണ് ഇവിടെ പറയാം. ഹൗ മെനി 8s ആർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ 5 ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ 3 ആർ ദർ ഇൻ ദ ഫോളോയിങ് സീരീസ്. അപ്പോൾ പ്രൊസീഡഡ് ബൈ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കഴിഞ്ഞിട്ട് 5 വരണം എന്നാണ്. ഈ പ്രൊസീഡും തമ്മിൽ മാറിപ്പോയത്. ഇത് എന്ന് വെച്ചാൽ ബേക്കിലാണ്, പ്രൊസീഡ് എന്ന് വെച്ചാൽ മുന്നിലാണ് വരുന്നത്. അപ്പോൾ 8ൻ്റെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 5 മുന്നിൽ വരണം. അടുത്ത വേറൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ 3. ഫോളോഡ് ബൈ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ എന്ത് ചെയ്യരുത്? ഇവിടെ 3 വരാൻ പാടില്ല. അതായത് ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കണ്ടീഷൻ. 85 എന്ന് വരുന്നത്, പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? 3 വരരുത്. അപ്പോൾ ഇത് നല്ല കൺഫ്യൂഷൻ ആണ്. ഫോളോഡ് ബൈ എന്നുള്ളതിൻ്റെ അർത്ഥവും പ്രൊസീഡഡ് ബൈ എന്നുള്ള അർത്ഥവും കറക്റ്റ് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് 85 വരുന്ന ഏതൊക്കെ ഉണ്ട് നോക്കാം. 85 വരുന്ന ഒന്നുണ്ട്. അടുത്തതിൽ 85 വരുന്നത് എത്ര ഉണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇതിൽ 3 വരാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ 85 എന്തായാലും 3 വരുന്നില്ല, അപ്പോൾ 1 ആയി. പിന്നത്തെ നെക്സ്റ്റ് 85 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 വരുന്നില്ല, 6 ആണ് വരുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? 6 നമ്പേഴ്സ് വരുന്നില്ല. അപ്പം ടോട്ടൽ എത്ര കിട്ടും? നമുക്ക് 3 നമ്പേഴ്സ് കിട്ടും. വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിനുള്ള എക്സാമ്പിളാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിനുള്ള എക്സാമ്പിളാണ് പൈനാപ്പിൾ. ഓക്കെ, ഈ പൈനാപ്പിൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എങ്ങനെയാണ് പൈനാപ്പിൾ മൾട്ടി ഫ്രൂട്ട് ആകുന്നതെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ ഫ്രൂട്ടിൻ്റെ മലയാളമാണ് സംയുക്ത ഫലം.
അപ്പോൾ എന്താണ് സംയുക്ത ഫലം എന്നുള്ളത്? എന്താണ്? ഒരു പൂങ്കുലയാകെ ഒരു ഫലമായി തോന്നുന്ന രീതിയിൽ മാറുന്ന ഫലങ്ങളാണ് എന്ത്? സംയുക്ത ഫലങ്ങൾ. അപ്പോൾ ഇതിന് അതായത് ഈ മൾട്ടിപ്പിൾ ഫ്രൂട്ടിനുള്ള വേറെ എക്സാമ്പിൾ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അതിന് ആൻസറുള്ള ഏതാണ്? മൾബറി ചക്ക. മൾബറി ചക്ക എന്താണ്? സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ടിനുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗൻ യൂറിയ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ യൂറിയ an excretory product is synthesized in our body? നമുക്കറിയാം യൂറിയ എന്ന് പറയുന്ന ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റാണ്. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് അവയവമാണെന്നാണ് ക്വസ്റ്റ്യൻസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ് എന്ത് ചെയ്യുന്നത്? യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി യൂറിയയുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ഫാക്ട്സ് പറയാം. യൂറിയ അറിയപ്പെടുന്ന ഒരു പേരാണ് കാർബമൈഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? യൂറിയ തന്നെയാണ്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ഈ യൂറിയ, അത് തന്നെയാണ് കാർബമൈഡ് എന്നറിയപ്പെടുന്നത്. ഇനി ഈ യൂറിയയുടെ കെമിക്കൽ നെയിമാണ് CONH2 ടൈസ്. CONH2 ടൈസ് എന്നുള്ളതാണ് യൂറിയയുടെ കെമിക്കൽ ഫോർമുല. അതേപോലെ യൂറിയ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഫെർട്ടിലൈസേഴ്സ് ആസ് എ സോഴ്സ് ഓഫ് നൈട്രജൻ്റെ ഈ ഉപയോഗത്തിന് വേണ്ടിയിട്ട് യൂറിയ എന്ത് ചെയ്യുന്നുണ്ട്? ഫെർട്ടിലൈസേഴ്സിന് നമ്മൾ വളമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തൊരു ഫ്രെഡറിക് ഹോളറാണ് എന്ത് ചെയ്യുന്നത്? യൂറിയ ഇനോർഗാനിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഇനോർഗാനിക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ വാസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ മൈൽസ്റ്റോൺ കെമിസ്ട്രി. അതായത് യൂറിയ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് 1828 എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രെഡറിക് ഹോളർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂ ഹവേർസിയൻ കനാൽ ക്യാൻ ബി ഫൗണ്ട്? ഓക്കെ, ഹവേർസിയൻ കനാൽ ക്യാൻ ബി സീൻ. അത് കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ബോണിലാണ്. അതിന് നമുക്ക് ജസ്റ്റ് 2 റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ഫാക്ട് നോക്കാം. എന്താണ്? ഒന്ന്, ടിഷ്യൂവിനെ പറ്റി പറയണമെങ്കിൽ 4 ബേസിക് ടൈപ്പ് അനിമൽ ടിഷ്യൂസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കണക്റ്റീവ്, മസിൽ, നെർവസ്, എപ്പിത്തീലിയൽ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ ആൻഡ് എപ്പിത്തീലിയൽ ടിഷ്യൂസാണ് 4 ഗ്രൂപ്പുകളായിട്ടുള്ള ടിഷ്യൂസ്. അപ്പോൾ കളക്ഷൻ ഓഫ് ടിഷ്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? ഓർഗനായിട്ട് മാറുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ടിഷ്യൂസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഓർഗനായിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് സ്ട്രെനസ് എക്സസൈസ് ദ മസിൽ ഡു നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ ടു മീറ്റ് ഇറ്റ്സ് എനർജി നീഡ്സ് ആൻഡ് ഓൾസോ ദർ ഇസ് എൻ അക്യുമുലേഷൻ ഓഫ് an acid. ദിസ് കോസ് മസിൽ ഫാറ്റീഗ് വിച്ച് ഈസ് ദ ആസിഡ്. അതായത് നമ്മൾ വളരെ കഠിനാധ്വാനമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ജോയിൻസിലും അതേപോലെ ഫോം ചെയ്യുന്ന ഒരു ആസിഡ് ഉണ്ട്. അതാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ഫോമിക് ആസിഡാണ് ആൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉറുമ്പുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫോമിക് ആസിഡ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഹാവ് ദ സെയിം കെമിക്കൽ ഫോർമുല C6H12O6. But the fructose is different from glucose in having which of the following functional group? നമുക്കറിയാം ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും സെയിം എന്താണ്? കെമിക്കൽ ഫോർമുലയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? C6H12O6 ആണ്. പക്ഷേ അത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് എന്താണ്? അതിലെ ഗ്രൂപ്പ് വ്യത്യാസമാണ്, അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എന്താണ്? കീറ്റോണിൻ്റെ വ്യത്യാസമാണ്. കീറ്റോൺ ഗ്രൂപ്പിൻ്റെ വ്യത്യാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് ഗ്രൂപ്പുകളെ പറ്റി പറഞ്ഞുതരാം. ഗ്രൂപ്പുകളെ അധികം ഓർമ്മിക്കേണ്ട അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ OH ആണെങ്കിൽ അതെന്താണ്? ഒരു ആൽക്കഹോളാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് CH3OH, മെത്തനോൾ. ഇനി O ഗ്രൂപ്പാണ്, ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അത് ഈഥറാണ്. COOH ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ്. COO ആണെങ്കിൽ എന്താണ്? എസ്റ്റർ. അതുപോലെ COH, C ഡബിൾ ബോണ്ട് O, അതേപോലെ സിംഗിൾ ബോണ്ട് H ആണെങ്കിൽ ആൽഡിഹൈഡ്. C ഡബിൾ ബോണ്ട് O ആണെങ്കിൽ കീറ്റോൺ, അതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ NH2 ആണെങ്കിൽ അമീൻ. ഓക്കെ, മീഥൈൽ അമീനാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ CONH2 ആണെങ്കിൽ അമൈഡ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പും അതേപോലെ അതിൻ്റെ കാറ്റഗറിയും പഠിച്ചു വെക്കുന്നത് ആവശ്യമാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Usually lime pickle is not stored in aluminum vessels because an acid is present in lime react with aluminum produces a gas. The gas produced is. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ലൈം പിക്കിൾ അതായത് ചെറുനാരങ്ങയുടെ അച്ചാറൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അലൂമിനിയം വെസലായിട്ട് എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് സ്റ്റോർ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ അലൂമിനിയം വെസലൊക്കെ ആയിട്ട് പൊതുവേ മെറ്റലുമായിട്ട്
ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ മെറ്റലായിട്ട് എന്ത് ചെയ്യും, ഈ ലൈം പിക്കിൾ, അതായത് ലൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആസിഡാണ്. ആസിഡ് മെറ്റലായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് ഒരു ഗ്യാസ് ഉണ്ടാവും. അതെല്ലാം എന്താണ്, ഹൈഡ്രജനാണ്. അപ്പോൾ ആ ഗ്യാസ് ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ഗ്യാസാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് പോയി ഓർമ്മിക്കേണ്ടത് ആസിഡും അതേപോലെ ഈ മെറ്റലും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ഫ്രം ദി ഫോളോയിങ് കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ആഡഡ് ഫോർ ഗെറ്റിംഗ് യെല്ലോ കളർ ടു ഫുഡ് മെറ്റീരിയൽ. അതായത് ഫുഡ് മെറ്റീരിയൽസിന് യെല്ലോ കളർ കൊടുക്കാൻ വേണ്ടി ചേർക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് എന്താണ്, ടാർട്രസൈനാണ്. ടാർട്രസൈനാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 2 ഫാക്ട്സ് പറയാം. ഒന്ന്, ഇതാണ് ടാർട്രസൈൻ എന്ന് പറയുന്നത്. ടാർട്രസൈൻ യെല്ലോ ആസോ ഡൈ ആണ്, അതായത് യെല്ലോ കളർ കിട്ടുന്നതാണ് ടാർട്രസൈൻ. ടാർട്രസൈൻ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, ടർമറിക്, അതായത് മഞ്ഞ നിറമുള്ളതാണ് ടർമറിക്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർട്രസൈൻ എന്നുള്ളത് ഏത് കളറാണെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഇനി ബേസിക്കലായിട്ട് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കുറച്ച് എന്താണ് കളറിങ് സബ്സ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓർമ്മിക്കേണ്ട ഒന്ന് കാർമോസൈൻ. കാർമോസൈൻ എന്താണ്, റെഡ് കളർ കൊടുക്കുന്ന 3 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർമോസൈൻ, എറിത്രോസൈൻ, പോൻസിയോ. അതേപോലെ യെല്ലോ ആണ് ടാർട്രസൈൻ, സൺസെറ്റ് യെല്ലോ. പിന്നെ ബ്ലൂ കൊടുക്കുന്നതാണ് ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻ ബ്ലൂ. ഗ്രീൻ കൊടുക്കുന്നതാണ് ഫാസ്റ്റ് ഗ്രീൻ. അപ്പോൾ ബാക്കിയുള്ളതിൽ ഇതിപ്പോൾ ഓർമ്മിക്കേണ്ടത് ആദ്യത്തെ 3 ഓർമ്മിക്കണം, അതേപോലെ ടാർട്രസൈനും. ബാക്കിയൊക്കെ പേരിലുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓൺ എൻ എക്സാമിനേഷൻ an ophthalmologist prescribed to wear optical having concave lens. What will be the defect of the eye? അതായത് എന്താണ്, കണ്ണ് പരിശോധിച്ച ശേഷം ഒഫ്താൽമോളജിസ്റ്റ് എന്ത് ചെയ്തു, ഒരു കോൺകേവ് ലെൻസുള്ള കണ്ണട വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കോൺകേവ് ലെൻസുള്ള ഉപയോഗിക്കുന്ന ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണ്, അത് മയോപ്പിയാണ്. മയോപ്പിയ എന്ന് വെച്ചാൽ എന്താണ്, ഷോർട്ട് സൈറ്റ്നെസ്സിൻ്റെ വേറെ പേരാണ് എന്ത്, മയോപ്പിയ. അപ്പോൾ ഈ ഷോർട്ട്നെസ് സൈറ്റ്നെസ് അല്ല മയോപ്പിയ എന്ന് വെച്ചാൽ എന്താ, അടുത്തുള്ളത് നമുക്ക് കാണാൻ പറ്റും, എന്നാൽ ദൂരമുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതായത് ഷോർട്ട് സൈറ്റേ ഉണ്ടാവും, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 രോഗങ്ങൾ എന്താണ്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് അസ്റ്റിഗ്മാറ്റിസം. ആ ഓപ്ഷൻ സിയിലെ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എ കോമൺ വിഷൻ കണ്ടീഷൻ ദാറ്റ് കോസ് എ ബ്ലർഡ് വിഷൻ ഇറ്റ് ഒക്കേഴ്സ് വെൻ ദി കോർണിയ. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട പോയിന്റ് ഇതാണ്, കോർണിയ ഈസ് ഇറഗുലർലി ഷേപ്പ്ഡ് ഓർ സംടൈംസ് ബിക്കോസ് ഓഫ് ദി കർവേച്ചർ ഓഫ് ദ ലെൻസ് ഇൻസൈഡ് ദി ഐ. അതായത് കോർണിയയുടെ കർവേച്ചറിന് ഇറഗുലർലി ഷേപ്പ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണിത് അസ്റ്റിഗ്മാറ്റിസം. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, കോർണിയയുടെ ഇറഗുലർ ഷേപ്പ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്ത്, അസ്റ്റിഗ്മാറ്റിസം. അപ്പോൾ കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യും, മാറും. അപ്പോൾ അസ്റ്റിഗ്മാറ്റിസം ആണ്, അങ്ങനെ ഓർമ്മിക്കാം. പിന്നെ ഉള്ളത് എന്താണെന്ന്, പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്ന് വെച്ചാൽ ലെൻസ്, അതായത് ആളുകൾ ഏജ് ആവുന്നതോറും എന്ത് ചെയ്യും, ലെൻസിൻ്റെ ആ ഇലാസ്റ്റിസിറ്റിയും നഷ്ടപ്പെട്ടിട്ട് അത് ഹാർഡാവും കണ്ണിലുള്ള ലെൻസിൻ്റെ. അപ്പോൾ മേക്കിംഗ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ഫോർ ദ ഐ ടു ഫോക്കസ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് ലെൻസ് എന്ത് ചെയ്യണം, ഇലാസ്റ്റിക് ആയിരിക്കണം, അത് ചുരുങ്ങിയ വികസിക്കുകയും ചെയ്യണം. പക്ഷേ അതെന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആ കണ്ടീഷനെ പറയുന്നതാണ് പ്രസ്ബയോപ്പിയ. അപ്പോൾ പ്രസ്ബയോപ്പിയ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ബൈ ഫോക്കൽ ഐ ഗ്ലാസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രസ്ബയോപ്പിയ നമ്മൾ മാറ്റുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കെറോസിൻ ലാമ്പ് ദ ഓയിൽ റൈസ് അപ്പ് അലോങ് ദി വിക്ക് ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ. ദിസ് കാപ്പിലറി റൈസ് ഒക്കേഴ്സ് വെൻ. ഓക്കെ, അപ്പോൾ കെറോസിൻ ലാമ്പിൽ എണ്ണ എന്ത് ചെയ്യും, നമുക്കറിയാം മുകളിലോട്ടേക്ക് എന്ത് ചെയ്യും, ഉയർന്നു വരും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉയർന്നു വരുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്താണ്, ദി അഡ്ഹസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദെൻ ദി കോസീവ് ഫോഴ്സ്. അപ്പോൾ ഈ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ് ഈ അഡ്ഹസീവ് ഫോഴ്സ്. അപ്പോൾ ഈ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഓയിൽ എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്ത് മുകളിലോട്ടേക്ക് വരുന്നത്. ഈ കോസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷനാണ് കോസീവ് ഫോഴ്സ്. അപ്പോൾ അത് ഇവിടെ ഞാൻ ഒരു ചെറിയ ഡയഗ്രായിട്ട് ഒരു അനിമേഷൻ ഇതായിട്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഹഷൻ എന്ന് പറയുന്നത് ഇതാണ്, ആ നീലയാണ്, അതായത് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ. അഡ്ഹഷൻ എന്ന് പറയുന്നത് അത് ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഒന്ന് നീല പച്ചയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അഡ്ഹഷൻ ആൻഡ് കോഹഷൻ. അപ്പോൾ അത് ഓർമ്മിക്കുക.
30ാമത്തെ ക്വസ്റ്റ്യൻ വെൻ സ്മോൾ ടു മോഡറേറ്റ് എർത്ത് കേക്ക് ഒക്കേഴ്സ് certain sound waves are produced even though certain animals respond to it we can't hear it this is because in this അതായത് ഈ എർത്ത് കേക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് ചിലതരം ആനിമൽസിനെ എന്ത് ചെയ്യും അത് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് എർത്ത് കേക്കിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നത് ഈ നായകളൊക്കെ പോലുള്ള ചില മൃഗങ്ങൾ എന്ത് ചെയ്യും പാനിക്കാവും. അപ്പോൾ ഇത് ഏത് തരം ഇവിടെ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് എർത്ത് കേക്കിൽ ഉണ്ടാകുന്ന വേവ് ഏത് തരം സൗണ്ട് വേവുകളാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അതെന്താണ് സൗണ്ട് വേവ്സ് ലെസ് ദാൻ 20 ഹെർട്സ്, അതായത് 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ട് വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത് എർത്ത് കേക്ക് ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഒരു ഡെസിബൽ ക്വാളിറ്റി എന്ന് പറയുന്നത് എത്രയാണ് 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സൗണ്ടുകൾ മാത്രമേ എന്ത് ചെയ്യും ഒരു മനുഷ്യനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് താഴെ അതിന് മുകളിലോ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യില്ല നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല സൗണ്ട് വേവ്. സൗണ്ട് വേവ് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് അവിടെ പരിചയപ്പെടുത്താം. ഒന്ന് പിച്ചാണ്, പിച്ച്, അതേപോലെ ലൗഡ്നെസ്, ടോൺ ക്വാളിറ്റി. അപ്പോൾ ലൗഡ്നെസ് പിച്ച് എന്ന് പറയുന്നത് എന്താണ് സൗണ്ട് ഈസ് ഹൗ ഹൈ ഓർ ലോ. അപ്പോൾ ഇവിടെ പിച്ച് എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ഹൗ യു പെർസീവ് ഫ്രീക്വൻസി. അപ്പോൾ പിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറിലൂടെ ഫ്രീക്വൻസി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രീക്വൻസിയാണ് ശരിക്കും പിച്ച് എന്ന് പറയുന്നത്. അതുപോലെ ലൗഡ്നെസ് എന്ന് പറയുന്നത് എന്താണ് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ലൗഡ്നെസ്സും ആംപ്ലിറ്റ്യൂഡും തമ്മിൽ അവിടെ എന്ത് ചെയ്യാം ഒരു കണക്ഷൻ കൊടുക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി റീസെൻ്റ്ലി ലിഫ്റ്റഡ് ദി ബാൻ അഗെയിൻസ്റ്റ് കാർ ഡ്രൈവിംഗ് ബൈ വുമൺ. അതായത് സൗദി അറേബ്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് സ്ത്രീകൾ കാർ ഓടിക്കുന്നതിന് ഡ്രൈവ് ചെയ്യുന്നതിന് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എന്ത് ചെയ്യുന്നു ഇപ്പോൾ അടുത്ത് അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗദി അറേബ്യയാണ് അതിൻ്റെ ആൻസർ. അത് 2019 എക്സാം നടക്കുന്ന ആ ടൈമിലുള്ള കറണ്ട് അഫെയറിൽ ചോദിച്ചതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഗഗൻയാൻ. ഗഗൻയാൻ എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റാണ്. അതായത് മനുഷ്യനെ എന്ത് ചെയ്യുന്നത് ചന്ദ്രനിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ അതായത് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്പേസിലെത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇന്ത്യയുടെ പ്രോഗ്രാമാണ്. അതായത് 2022 മനുഷ്യനെ സ്പേസിലെത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഗഗൻയാൻ. നമുക്കിപ്പോൾ ഇതുവരെ നടന്ന ഒന്ന് മംഗൾയാനും അതേപോലെ ചന്ദ്രയാനുമാണ്. ഓക്കെ, അത് ഓർമ്മിക്കുക. ചന്ദ്രയാൻ 3 മംഗൾയാൻ എന്താണ് മാർസുമായിട്ടാണ്. Which among the following state has the credit of first state to provide digitally signed land record receipt. അതായത് ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ള ലാൻഡ് റെക്കോർഡ്സ് എന്ത് ചെയ്യുന്ന കൊടുക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റായി മാറിയത് ഏതാണ് മഹാരാഷ്ട്രയാണ്. അത് കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റാണ് എന്ത് കേരള. 34ാമത്തെ ക്വസ്റ്റ്യൻ വില്ലേജ് റോക്ക് സ്റ്റാർസ് ദ ഫിലിം വിച്ച് വൺ മെനി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്സ് ആൻഡ് മെയ്ഡ് ഓസ്കാർ എൻട്രി ഫോർ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം ഈസ് ഒറിജിനലി ക്രിയേറ്റഡ് ഇൻ. അപ്പോൾ വില്ലേജ് റോക്ക് സ്റ്റാർ എന്നത് ഏത് ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതെന്താണ് കാംരൂപി ആസാമീസ് ലാംഗ്വേജാണ്. കാംരൂപി ആസാമീസ് ലാംഗ്വേജിലാണ് വില്ലേജ് റോക്ക് സ്റ്റാർ എന്ത് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ചെയ്തിട്ടുള്ളത്. അതായത് ഓസ്കാർ എൻട്രി ആയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓസ്കാർ എൻട്രിക്ക് പോയ ഫിലിമാണ് ഏതെന്ന് പറയുന്നത് ഗള്ളി ബോയ്സ് എന്ന് പറയുന്നത്. ഗള്ളി ബോയ്സാണ് ഇന്ത്യയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളപ്പോൾ പോയിട്ടുള്ളത്. 35ാമത്തെ ക്വസ്റ്റ്യൻ ദ ഓടക്വൽ അവാർഡ് ഓഫ് 2018 ഈസ് ഗിവൺ ടു ദ ബുക്ക്. 2018 ഓടക്വൽ അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്താണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾക്കാണ് 2018 അവാർഡ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 2018 ഇനി ചോദിക്കാൻ ചാൻസ് ഇല്ല. 2019 ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ 2018 കിട്ടിയത് തന്നെ ആർക്കാണ് EV രാമകൃഷ്ണനാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ കിട്ടിയിട്ടുള്ളത്. 2019 ഓടക്വൽ അവാർഡ് ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാം. N പ്രഭാകരനാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എന്താണ് മായാമനുഷ്യർക്കാണ് എന്ത് ചെയ്യുന്നുള്ളത് ഓടക്വൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. 36ാമത്തെ ക്വസ്റ്റ്യൻ ആരിഫ് അൽവി സോൺ റീസെൻ്റ്ലി ആസ് പാകിസ്ഥാൻസ് ഡാഷ്ഡ് പ്രസിഡൻറ്റ്. അതായത് പാകിസ്ഥാൻ്റെ 13ാമത്തെ പ്രസിഡൻ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആരിഫ് അൽവി സത്യപ്രതിജ്ഞ ചെയ്തത്. അതേപോലെ ആരിഫ് അൽവിയുടെ പാർട്ടി ഏതാണെന്ന് നോക്കാം. പാകിസ്ഥാൻ തെഹരീക്ക് ഇൻസാഫ് എന്നാണ് ആരിഫ് അൽവിയുടെ പാർട്ടി അറിയപ്പെടുന്നത്. അടുത്ത 37 വിച്ച് വേൾഡ് ലീഡേഴ്സ് മെയ്ഡ് എ ലാൻഡ്മാർക്ക് മീറ്റിംഗ് അറ്റ് ഹെലൻസ്കി സമ്മിറ്റ് 2018. ഹെലൻസ്കി സമ്മിറ്റ് 2018 എന്താണ് ഡൊണാൾഡ് ട്രംപ് ആൻഡ് വ്ളാഡിമിർ പുടിനാണ്. റഷ്യയും അതേപോലെ US-ൻ്റെ പ്രസിഡന്റുമാർ തമ്മിലുള്ള ഹെലൻസ്കി സമ്മിറ്റ് അതൊരു കറണ്ട് അഫെയർ ആയിരുന്നു ആ ടൈമിൽ. എനിക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. 38 വിച്ച് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ട്രൈബ് ഈസ് കൺസിഡേർഡ് മോർ ഐസൊലേറ്റഡ് ആൻഡ് ഹോസ്റ്റൈൽ ടു ഔട്ട്സൈഡേഴ്സ് ഇൻ ദ വേക്ക് ഓഫ് റീസെൻറ്റ് ഇവൻറ്റ്സ്.
അതായത് ആൻഡമാൻ നിക്കോബാറിലെ ചില ട്രൈബ് ഏരിയാസ് എന്ത് ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ അടുത്തൊരു അമേരിക്കക്കാരൻ എന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പോയപ്പോൾ അവർ വധിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വിഭാഗം എന്ന് പറയുന്നത് സെൻറ്റിനൽസാണ്. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം സെൻറ്റിനൽസിനാണ്. അപ്പോൾ അവർ അത്രയും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ട്രൈബൽ പീപ്പിളാണ് ഈ സെൻറ്റിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിലെ ഒരു ജനവിഭാഗമാണ് സെൻറ്റിനൽസ്. അപ്പോൾ ഇതിലുള്ളതൊക്കെ ഓങ്കെ ജരാവൊക്കെ എന്താണ് ആൻഡമാൻ നിക്കോബാറിലുള്ള ജനവിഭാഗങ്ങൾ തന്നെയാണ്. പക്ഷേ സെൻറ്റിനൽസ് ഇപ്പോൾ അടുത്ത് ന്യൂസിൽ വന്നതുകൊണ്ടാണ് അത് എടുത്തിട്ട് ചോദിച്ചത്. 39 ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ വേൾഡ് ടൂർ ഫൈനൽ. അതായത് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ വേൾഡ് ടൂർ ഫൈനൽ കിട്ടിയ ഫസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? അത് പി വി സിന്ധു തന്നെയാണ്. പി വി സിന്ധുവായിട്ട് കുറച്ച് ഫാക്റ്റുകളെന്ന് പറയാം. ഒന്ന്, ഫസ്റ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്, ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാറുണ്ട്. ഹൈദരാബാദാണ്. ഹൈദരാബാദ്, തെലങ്കാന. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന്, കോച്ചിൻ്റെ പേര് പുല്ലല്ല ഗോപിചന്ദ്. അപ്പോൾ അത് രണ്ട് എന്നാണ് ഇവിടെ ഇപ്പോൾ ഒന്ന് ഓർമ്മിക്കാനുള്ളത്. ഇനി നമുക്കറിയാം ഇതിന് ശേഷം തന്നെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു, വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വുമൺ സിംഗിൾസിൽ എന്ത് ചെയ്ത് മെഡൽ കിട്ടിയത് പി വി സിന്ധുവിനാണ്. അപ്പോൾ പി വി സിന്ധു ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആരാണ്? നസോമി ഒക്കുഹാരയാണ്. നസോമി ഒക്കുഹാരയാണ് എന്ത് ചെയ്യുന്നത്, പി വി സിന്ധു തോൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഒരു ഫാക്ട് കൂടി നോക്കാം. ഈ 2019 നടന്ന വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്ന സ്ഥലവും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്താണ്? അത് ബേസലാണ്. ബേസൽ, സെൻറ്റ് ജാക്കബ്സ് ഇൻ ബേസൽ, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ ബേസൽ ഓർമ്മിച്ച് വെക്കാം. അതാണ് വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടന്ന സ്ഥലം. 40 ജമാൽ ഖഷോഗി, ദ വെൽ നോൺ ജേർണലിസ്റ്റ് ഹു വാസ് കിൽഡ് റീസെൻ്റ്ലി ഇൻ സൗദി അറേബ്യാസ് കോൺസുലേറ്റ് ഇൻ ഇസ്താംബുൾ വർക്ക്ഡ് ഫോർ. അതായത് ഈ അടുത്ത് ന്യൂസിൽ വന്നിട്ടുള്ളതായിരുന്നു ജമാൽ ഖഷോഗി എന്നുള്ള ജേർണലിസ്റ്റ്, സൗദി അറേബ്യ ജേർണലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്താംബുൾ കോൺസുലേറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, കൊല്ലപ്പെടും. അത് അയാൾ വർക്ക് ചെയ്യുന്നത് ഏതാണ്, വാഷിങ്ടൺ പോസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്ത ജേർണലിസ്റ്റായിരുന്നു അത്. അപ്പോൾ അതൊരു കറണ്ട് അഫെയറാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സെൻസസ് 2011 ദ മെയിൽ ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ. 2011 സെൻസസ് പ്രകാരം മെയിൽ ലിറ്ററസി റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 82.14 ആണ്. ഈ സെൻസസ് 2011 കുറച്ച് ഫാക്ട്സ് ഞാൻ പറയാം, ഒന്ന് നോക്കാം. ഒന്ന്, സെൻസസ് 2011 എന്ന് പറയുന്നത് 15ാമത്തെ സെൻസസാണ്. 15ാമത്തെ സെൻസസാണ് 2011 നടന്ന് ഇപ്പം കഴിഞ്ഞത്. ഇനി 2011 സെൻസസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്, കാസ്റ്റ് കൗണ്ട് ചെയ്ത ഒരു സെൻസസ് കൂടിയായിരുന്നു അത്. പക്ഷേ അതിനു മുമ്പ് കൗണ്ട് ചെയ്ത കാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, കാസ്റ്റുകൾ വിവിധ ജാതികളെ എത്ര പേരുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ആയിരുന്നു. EMSൻ്റെ ഭരണകാലത്ത് 1968 എന്ത് ചെയ്യുന്നുണ്ട്, അത് സെൻസസ് നടത്തുന്നുണ്ട്. അപ്പോൾ ദ സെൻസസ് വാസ് ടേംഡ് സോഷ്യോ എക്കണോമിക് സർവേ ഓഫ് 1968. അത് എന്താണ്, കേരളം നടത്തിയതാണ്. 1971 അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യോ എക്കണോമിക് സർവേ കേരളം നടത്തിയത് ഫസ്റ്റ് നടത്തിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1968 EMSൻ്റെ മന്ത്രിസഭ. അത് ജസ്റ്റ് ഓർമ്മിച്ച് നോക്കാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ സെൻസസിൻ്റെ രജിസ്ട്രാർ ജനറൽ ആരായിരുന്നു, അല്ലെ സെൻസസ് കമ്മീഷണർ, അത് CM ചന്ദ്രമൗലിയാണ്. 2011 സെൻസസിൻ്റെ രജിസ്ട്രാർ ജനറൽ അല്ല സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് CM ചന്ദ്രമൗലി. ഇനി ഇതിലുള്ള ലിറ്ററസി റേറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു. 74 ടോട്ടൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. അതിൽ മെയിൽ എന്ന് പറയുന്നത് 82.10 ആണ്. ഫീമെയിൽ എന്ന് പറയുന്നത് 65.46 ആണ്. ഇനി ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 പെർ കിലോമീറ്റർ സ്ക്വയറിലാണ്. അതേപോലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 940 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ട് കൂടി ഓർമ്മിച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ, അലാങ് ഈസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഷിപ്പ് റീസൈക്ലിംഗ് യൂണിറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. അലാങ് എന്ന് പറയുന്നത് എന്താണ്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് റീസൈക്ലിംഗ്, അതായത് കപ്പൽ പൊളിക്കുന്ന ഒരു ശാലയാണ് അലാങ്. അത് സിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് അലാങ് സിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഒന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, സബർമതി ആശ്രമം. ഈ ഫോട്ടോയിൽ കാണുന്ന അതേ ഹോട്ടലാണ് ഇത് തന്നിരിക്കുന്നത്. സബർമതി ആശ്രമം ഗുജറാത്തിലാണ്. അതുപോലെ ഇനി എന്താണ്, സോമനാഥ് ടെമ്പിൾ, വളരെ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ടെമ്പിളായിരുന്നു സോമനാഥ് ടെമ്പിൾ. പിന്നെ റാൺ ഓഫ് കുച്ച്,
പിന്നെന്താണ് ദ്വാരകാധീഷ് ടെമ്പിൾ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള യൂണിറ്റ് സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ലക്ഷ്മി വിലാസ് പാലസ്, ഇവയൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 43 ഹൂ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫൗണ്ടർ ഓഫ് ദ സിറ്റി ഓഫ് അമൃത്സർ. അമൃത്സർ സിറ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? ഗുരു രാംദാസ് ആണ് അതിൻ്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നു. അമൃത്സറിലാണ് ഗോൾഡൻ ടെമ്പിൾ, സിഖുകാരുടെ ഗോൾഡൻ ടെമ്പിൾ വരുന്നത് എവിടെയാണ്? ഈ അമൃത്സറിലാണ്. 44 ദ മുഗൾ പ്രിൻസസ് സെബുന്നിസ റോട്ട് ഹെയർ വർക്ക് അണ്ടർ ദി സ്യൂഡോനെയിം ഓഫ്. അതായത് മുഗൾ പ്രിൻസസ് ആയിരുന്ന സെബുന്നിസ ഏത് പേരിലാണ് അവർ പോയറ്റ്, അതൊരു പോയറ്റ് ആയിരുന്നു അവർ ഏത് പേരിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? ആ പെൻ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്, അത് മഖ്ഫിയാണ്. അവരെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. അത് ഈ സെഹ്നുന്നിസ എന്ന് പറയുന്നത് ആരുടെ? ഔറംഗസീബിൻ്റെ മകളായിരുന്നു ഈ സെഹ്നുന്നിസ. അപ്പോൾ മഖ്ഫി എന്നതായിരുന്നു അവർ പെൻ നെയിം അല്ലെങ്കിൽ സ്യൂഡോ നെയിം. 45ാമത്തെ ക്വസ്റ്റ്യൻ, ദശോളി ഗ്രാമ സ്വരാജ്യ സംഘ് ഫസ്റ്റ് എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ബൈ. അപ്പോൾ ദശോളി ഗ്രാമ സ്വരാജ്യ സംഘ് എന്നുള്ള ഒരു സംഘടനയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഫസ്റ്റ് എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് സ്റ്റാർട്ട് ചെയ്ത ആരാണ്? ചാന്തി പ്രസാദ് ഭട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മേധാ പട്കർ, നമുക്കറിയാം മേധാ പട്കർ എന്ന് പറയുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ പ്രവർത്തകയാണ് മേധാ പട്കർ. അപ്പോൾ മേധാ പട്കറുടെ ഈ ഓർഗനൈസേഷൻ കൂടി നിങ്ങൾ ഓർമ്മിച്ചേക്കണം, നാഷണൽ അലയൻസ് ഫോർ പീപ്പിൾസ് മൂവ്മെൻറ്റ്. അത് മേധാ പട്കറുടെ ഓർഗനൈസേഷനാണ്. അതേപോലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഓർമ്മിക്കുക, അത് മേധാ പട്കറാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇനി ഇതിലുള്ള ഓപ്ഷൻ ഡിയിലുള്ള ഒരാളുണ്ട്, സുന്ദർലാൽ ബഹുഗുണ. നമുക്ക് ഫേമസ് ആയിട്ടുള്ള ആളാണ് സുന്ദർലാൽ ബഹുഗുണയാണ്. ചിപ്കോ മൂവ്മെൻറ്റ് 1973 സ്റ്റാർട്ട് ചെയ്ത ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഈ സുന്ദർലാൽ ബഹുഗുണയാണ്. 46 വിച്ച് ഈസ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ഇൻ ദി സ്വച്ഛ് ഭാരത് സർവേ 2018. 2018 സ്വച്ഛ് ഭാരത് സർവേ പ്രകാരം ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് ഇൻഡോറാണ്. ഓക്കെ, 2019 എന്താണ്? ഇൻഡോർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഓർമ്മിച്ചേക്കാം. 2019 സർവേ പ്രകാരം ഇൻഡോർ തന്നെയാണ്. ഇനി സെക്കൻഡും തേർഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്ന അംബികാപൂർ ഛത്തീസ്ഗഡ് ആൻഡ് മൈസൂർ ഇൻ കർണാടക. അപ്പോൾ അംബികാപൂർ മൈസൂറാണ് സെക്കൻഡ് തേർഡ് പൊസിഷനിലുള്ളത് 2019 സർവേ പ്രകാരം. 47 ദ സ്റ്റേറ്റ് ആനിമൽ ഓഫ് സിക്കിം. സിക്കിമിൻ്റെ സ്റ്റേറ്റ് ആനിമൽ എന്ന് പറയുന്നത് എന്താണ്? റെഡ് പാണ്ടയാണ് സിക്കിമിൻ്റെ സ്റ്റേറ്റ് ആനിമൽ. അടുത്തത് 48 ദ സോഷ്യൽ റിഫോമർ പോപ്പുലർലി നൗൺ ആസ് ലിങ്കൺ ഓഫ് കേരള. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന റിഫോമർ, സോഷ്യൽ റിഫോമർ ആരാണ്? അത് പണ്ഡിറ്റ് കറുപ്പനാണ്. അയ്യങ്കാളിയാണ് എന്താണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. ബാഗ്ബടാനന്ദയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി സ്ഥാപിച്ചത്. 49 ഹൂ ഈസ് റിഗാർഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? മെഗസ്തനീസാണ്. മെഗസ്തനീസാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഫാദർ. അപ്പോൾ ആ മെഗസ്തനീസിൻ്റെ മെയിനായിട്ട് ഓർമ്മിക്കാനുള്ള ഒരു ബുക്കുണ്ട്, എന്താണ്? ഇൻഡിക്ക എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? മെഗസ്തനീസ്. മെഗസ്തനീസ് എന്തായിരുന്നു? അംബാസഡർ ആയിരുന്നു, ഇന്ത്യയിലേക്കുള്ള അംബാസഡർ ആയിരുന്നു, ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു ഈ മെഗസ്തനീസ്. അപ്പോൾ മെഗസ്തനീസിൻ്റെ ബുക്ക് ഇൻഡിക്ക എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത് മെഗസ്തനീസാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് വിളിക്കാനുള്ളൊരു കാരണം. ദ ഹൈറ്റ് ഓഫ് അഗസ്ത്യകൂടം പീക്ക് ഇൻ ദി വെസ്റ്റേൺ ഘട്ട്. നമുക്കറിയാം വെസ്റ്റേൺ ഘട്ടിൽ പെടുന്ന ഒരു പീക്കാണ് അഗസ്ത്യകൂടം പീക്ക്. അഗസ്ത്യാർകൂടം പീക്ക്. അപ്പോൾ അഗസ്ത്യാർകൂടം പീക്കിൻ്റെ ഹൈറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 1868 മീറ്ററാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വെസ്റ്റേൺ ഘട്ട്സിൽ പെടുന്ന ഒന്നാണ്. ഏറ്റവും ഹയസ്റ്റ് ആണ് ആനമുടി. ആനമുടിയുടെ എലിവേഷൻ എന്തായാലും ഓർമ്മിച്ചേക്കണോ, ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. 2695 മീറ്ററാണ് ആനമുടിയുടെ എലിവേഷൻ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഉയരം കൂടിയത്. രണ്ടാമത് വരുന്നത് ശരിക്കും മീശപ്പുലിമല തന്നെയാണ്. അപ്പോൾ മീശപ്പുലിമലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2640 ഇനി ഈ ദോഡപട്ടയും കൂടെ ഓർമ്മിക്കണം. നീലഗിരിയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ് ദോഡപട്ട. അപ്പോൾ നീലഗിരിയിലെ ഹയസ്റ്റ് പോയിൻ്റ് ദോഡപട്ട എന്ന് ഓർമ്മിക്കുക. ആനമുടിയുടെ 2695, മീശപ്പുലിമല 2640. അടുത്തത് 81ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ഇൻലാൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ഇൻലാൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം അതായത് ഉൾനാടൻ, നിങ്ങളുടെ ഉൾനാടൻ അക്വാട്ടിക് എക്കോസിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീനെ പറയുന്നതാണ് ലിംനോളജി. ഓക്കെ, പോട്ടമോളജി ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺഫ്യൂഷൻ ആയി പോയത്. പോട്ടമോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിവറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയാണ് പോട്ടമോളജി. ഓഷ്യനോഗ്രാഫി നിങ്ങൾക്കറിയാം, ഹൈഡ്രോളജിയും
ജലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓഷ്യനോഗ്രഫി ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 52 ദ ലാംഗ്വേജ് ബോൺ ആസ് എ റിസൾട്ട് ഓഫ് ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ഹിന്ദാവി ആൻഡ് പേർഷ്യൻ. ഹിന്ദാവിയും പേർഷ്യനും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് രൂപപ്പെട്ട ഒരു ലാംഗ്വേജാണ് ഇത് ഉറുദു എന്ന് പറയുന്നത്. ഹൂ ഡിസ്കവർഡ് ദ വിജയനഗര സൈറ്റ് ഓഫ് ഹംപി. വിജയനഗര സൈറ്റ്, ഹംപിയിലെ വിജയനഗര സൈറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണ്? കോളിൻ മെക്കൻസിയാണ് ഹംപിയിലെ വിജയനഗര സൈറ്റ് കണ്ടുപിടിക്കുന്നത്. ജോൺ മാർഷൽ ഹാരപ്പ സൈറ്റ് ആയിട്ട് ഫേമസ് ആണ്, ജോൺ മാർഷൽ. അതുപോലെ RD ബാനർജിയാണ് ഇത് ചെയ്യുന്നത്, മോഹൻജദാരോ കണ്ടുപിടിക്കുന്നത്, എക്സ്കവേറ്റ് ചെയ്യുന്നത് RD ബാനർജിയാണ്. വിജയനഗര എംപയറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാവാണ് കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. 54 യുനെസ്കോ ഡിക്ലെയർഡ് സാഞ്ചി ആസ് ദി വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ ദ ഇയർ. സാഞ്ചി വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് 1989. 55 ദ ഫേമസ് ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് തൃശ്ശൂർ ഇൻ 1947 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കോൺഫറൻസിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നതായിരുന്നു K. കേളപ്പനായിരുന്നു. വിച്ച് അജിറ്റേഷൻ ഡിമാൻഡിങ് ദ റൈറ്റ് ടു വോട്ട് ടു ദ ശ്രീമൂലം അസംബ്ലി ഇൻ കേരള. അതായത് ശ്രീമൂലം അസംബ്ലിയിലേക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന അജിറ്റേഷനാണ് എന്ത്? നിവർത്തന അജിറ്റേഷൻ. അതുപോലെ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ഇംഗ്ലീഷിൽ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് അറിയപ്പെടുന്നതും ഈ നിവർത്തന അജിറ്റേഷൻ തന്നെയാണ്. അതിൻ്റെ ഡേറ്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. 1932 എന്ത് ചെയ്യുന്നത് ഇത് നടക്കുന്നത്. 57 ദ വൈസ്രോയി ഹൂ കൺവീൻഡ് സിംല കോൺഫറൻസ്. സിംല കോൺഫറൻസ് വിളിച്ചു ചേർത്ത വൈസ്രോയി എന്ന് പറയുന്നത് വെയ്വലാണ്. 1945 വെയ്വൽ പ്ലാനും എന്ത് ചെയ്യുന്നത് 1945 തന്നെയാണ്. 58 ദ ഫസ്റ്റ് പ്രിൻറ്റഡ് ബുക്ക് ഇൻ മലയാളം ലാംഗ്വേജ്. മലയാളം ലാംഗ്വേജിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം ലാംഗ്വേജിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ട ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? സംക്ഷേപ വേദാർത്ഥമാണ്. ഈ സംക്ഷേപ വേദാർത്ഥം പക്ഷേ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് എന്തെന്നാ കേരളത്തിൽ നിന്നല്ല. അപ്പോൾ അത് റോമിൽ നിന്നാണ്. 1972 റോമിലാണ് എന്ത് ചെയ്യുന്നത് സംക്ഷേപ വേദാർത്ഥം പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഇറ്റാലിയൻ പ്രീസ്റ്റ് ആയിട്ടുള്ള ക്ലമൻറ്റ് പെനിക്സസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. 59 ഗാന്ധി സ്റ്റാർട്ടഡ് ഹിസ് ദണ്ഡി മാർച്ച് ഫ്രം സബർമതി ടു ദണ്ഡി ഇൻ. അതായത് ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 12 മാർച്ച് 1930 ആണ്. 1930 മാർച്ച് 12 സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ എൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അവിടെ എത്തുന്നത് എന്ത് ചെയ്യണം? 6-ാം തീയതി ഏപ്രിൽ 6 1930 എന്ത് ചെയ്യുന്നത് അവിടെ എത്തുന്നത്. ഇപ്പോൾ 12 അതിൻ്റെ പകുതി 6 എന്ന് ഓർമ്മിക്കാം. ദി ഫസ്റ്റ് ഇന്ത്യൻ നാറ്റീവ് റൂളർ സൈനഡ് ദി സബ്സിഡറി അലയൻസ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ്. അപ്പോൾ സബ്സിഡറി അലയൻസ് സിസ്റ്റം സൈൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ റൂളർ എന്ന് പറയുന്നത് ആരാണ്? ഹൈദരാബാദിലെ നിസാമായിരുന്നു. ഹൈദരാബാദ് നിസാം. അപ്പോൾ വെല്ലസ്ലി കൊണ്ടുവന്ന സിസ്റ്റമാണിത് സബ്സിഡറി അലയൻസ്. അതായത് പട്ടാളക്കാരെ അവർ നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? അവർ ചിലവുകൾ വഹിക്കാനോ അങ്ങനെയുള്ള റൂൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമായ സബ്സിഡറി അലയൻസ് അത് കൊണ്ടുവന്നത് വെല്ലസ്ലിയാണ്. അതേപോലെ അത് ആദ്യം സൈൻ ചെയ്തത് ഹൈദരാബാദ് നിസാമാണ്. അപ്പോൾ ഈ അതേപോലെ ലോർഡ് ഡെൽഹൌസി എന്ന് ഓർമ്മിക്കാണ്ട് എന്താണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് കൊണ്ടുവരുന്നത് ലോർഡ് ഡെൽഹൌസിയാണ്. 48 മുതൽ 56 വരെ ഗവർണർ ജനറലായിരുന്നു എന്ത് ഈ ഡെൽഹൌസി. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നതാണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. ഈ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ആണ് മെയിൻ 1857 എന്ത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ഒരു കാരണമായിട്ട് പറയുന്നത് ഈ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ആണ്. ദി ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദി പാർലമെൻറ്റ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ. അതായത് പാർലമെൻറ്റിലെ നമുക്കറിയാം ലോകസഭയും രാജ്യസഭയും ഒരു കാര്യത്തിൽ രണ്ടുപേരും ഭിന്ന അഭിപ്രായക്കാരാണെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കും. അപ്പോൾ അതിൽ പ്രിസൈഡ് ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. പ്രിസൈഡ് ചെയ്യുന്നതല്ലപ്പോൾ ലോകസഭ സ്പീക്കറായിരിക്കും. എന്നാൽ അവരെ വിളിച്ചു ചേർക്കുന്ന സമ്മൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിച്ചു ചേർക്കുന്ന ആരാണ്? അത് പ്രസിഡൻ്റാണ്. അപ്പോൾ അത് രണ്ടും മാറിപ്പോരുത്. സ്പീക്കറാണ് പ്രിസൈഡ് ചെയ്യുന്നത്, അതേപോലെ സമ്മൺ ചെയ്യുന്നത് അല്ല വിളിച്ചു ചേർക്കുന്നത് പ്രസിഡൻ്റാണ്. ഇനി ജോയിൻറ്റ് സിറ്റിംഗ് എത്രാമത്തെ ആർട്ടിക്കിളാണെന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതെന്താണ്? 104 ആർട്ടിക്കിൾ. 104 ആർട്ടിക്കിളാണ്. 104 108 ആർട്ടിക്കിളാണ് ഏത് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. 62 ഐഡൻറ്റിഫൈ ദ പൊളിറ്റിക്കൽ റൈറ്റ് എമംഗ് ദി ഫോളോയിങ്. താഴെ തന്നിരിക്കൽ പൊളിറ്റിക്കൽ റൈറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പൊളിറ്റിക്കൽ റൈറ്റ് താഴെ തന്നിട്ടുള്ളതിൽ റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസാണ് പൊളിറ്റിക്കൽ റൈറ്റ്. ബാക്കി തന്നിരിക്കുന്ന 3 എന്താണ്? സിവിൽ റൈറ്റ് ആണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ റൈറ്റും സിവിൽ റൈറ്റും എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം.
അപ്പോൾ ഇന്ത്യയിൽ മെയിനായിട്ടുള്ള റൈറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സിവിൽ റൈറ്റാണ്. സിവിൽ റൈറ്റ് ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ്, സേഫ്റ്റി, ഇൻറ്റഗ്രിറ്റി, അതേപോലെ ഡിസ്ക്രിമിനേഷനെതിരെ ഉള്ള നമുക്ക് അതിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ, പ്രൈവസി, അതുപോലെ തോട്ട്, സ്പീച്ച്, റിലീജിയൻ, പ്രസ്, അസംബ്ലി, ഇതൊക്കെ വരുന്നതാണ് സിവിൽ റൈറ്റ്. എന്നാൽ പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറയുന്നത് അതിൽ വരുന്ന ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് നാച്ചുറൽ ജസ്റ്റിസ് ഇൻ ലോ പ്രകാരമുള്ള ജസ്റ്റിസ്, അതേപോലെ അക്യൂസ് ചെയ്ത് അയാൾക്കുള്ള റൈറ്റ്സുകൾ, ട്രയലിനുള്ള റൈറ്റ്, പാർട്ടിസിപ്പേഷൻ ഇൻ സിവിൽ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതേപോലെ റൈറ്റ് ടു വോട്ട്. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ടു വോട്ട് ഏത് തരം റൈറ്റ് ആണെന്ന്. അപ്പോൾ റൈറ്റ് ടു വോട്ടൊക്കെ പൊളിറ്റിക്കൽ റൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എടുക്കുന്നത് 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്നാണ്. ഇതൊക്കെ മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് among the following fundamental right is called as the heart and soul of the constitution by ഡോക്ടർ അംബേദ്കർ? ബി ആർ അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ എന്ന് വിളിച്ചത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ്. അത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറയുന്നത്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റുകൾ ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് സുപ്രീം കോർട്ടിനെ അല്ലെങ്കിൽ ഹൈക്കോർട്ടിനെ എന്ത് ചെയ്യാം, സമീപിക്കാൻ പറ്റും. അപ്പോൾ അതിനെതിരെ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. 64 ദ പ്രൊവിഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അഡോപ്റ്റഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടെ നിന്നാണ് എടുക്കുന്നത്? DPSP എന്ന് പറയുന്നത് അയർലൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടമെടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് കടമെടുത്ത മെയിനായിട്ട് ചോദിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് അമേരിക്കയിൽ നിന്നാണ്. പ്രിയാമ്പിൾ അമേരിക്കയിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ഒന്നാണ് റെസിഡ്യൂറി പവർ ഓഫ് സെൻട്രൽ. ഓക്കെ, അത് കാനഡയിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻസിൽ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. 65 ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരിക്കും? ഗവർണറുടെ കയ്യിലായിരിക്കും സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ. ഇപ്പോൾ റിയൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോമിനൽ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഗവർണറായിരിക്കും. സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യയിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. എന്നാൽ ലാർജസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായതാണ് ലഡാക്കാണ് ലാർജസ്റ്റ് യൂണിയൻ ടെറിട്ടറി. കാരണം ലഡാക്ക് ഓർമ്മിക്കണം, ഇപ്പോൾ വന്നതിന് ശേഷം പുതുതായി ജമ്മു കാശ്മീർ ലഡാക്ക് വന്നതിന് ശേഷം ലഡാക്കാണ് ഇപ്പോൾ ലാർജസ്റ്റ് യൂണിയൻ ടെറിട്ടറി. ആൻഡമാൻ നിക്കോബാറാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്. പോണ്ടിച്ചേരിയാണ് 4 സ്ഥലങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന യൂണിയൻ ടെറിട്ടറിയാണ് പോണ്ടിച്ചേരി. ഏതാണ് അത്? മാഹി, യാനം, അതേപോലെ കരൈക്കൽ, പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി. ഇത് 4 കൂടി ചേർന്നാണ് പോണ്ടിച്ചേരി എന്നുള്ള യൂണിയൻ ടെറിട്ടറി. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഹു അപ്പോയിന്റ് ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ചീഫ് ജസ്റ്റിസിൻ്റെയും അതേപോലെ അതർ സുപ്രീം കോടതി ജഡ്ജിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? അത് പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അറ്റോർണി ജനറൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അതേപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. എന്നാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ്. 68 ഹു ഈസ് ദി ഹെഡ് ഓഫ് ദി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. CAG എന്ന് ചുരുക്കപ്പേരിൽ അറിയും. ഇപ്പോഴത്തെ CAG ആരാണ്? ഇപ്പോഴത്തെ CAG മഹർഷിയാണ്. 69 വിച്ച് among the following is the institution constituted at a national level to prevent corruption at administrative and bureaucratic level? അഡ്മിനിസ്ട്രേറ്റീവ് അതേപോലെ ബ്യൂറോക്രാറ്റിക് ലെവലിൽ കറപ്ഷൻ അഴിമതി തടയാൻ വേണ്ടി രൂപം കൊണ്ട ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലോക്പാൽ. അപ്പോൾ ലോക്പാലിൻ്റെ ഏറ്റവും കറണ്ടായിട്ടുള്ള ഒന്ന് ഓർമ്മിക്കേണ്ടത് ഇപ്പോഴത്തെ ലോക്പാലിൻ്റെ ചെയർമാൻ ഇപ്പോൾ അടുത്താണ് നിയമിക്കുന്നത്. അപ്പോൾ പിനാക്കി ചന്ദ്രഘോഷ് അല്ലെ PC ഘോഷാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ ഇത് രണ്ടാമത്തെ ജഡ്ജ് എന്ന് പറയുന്നത് അജയ് കുമാർ ത്രിപാഠി. നിങ്ങൾക്ക് കാണാം, അദ്ദേഹം ഈ അടുത്തായിട്ട് കോവിഡ് ബാധിച്ച് മരിച്ച ഒരു ലോക്പാലിൻ്റെ ജഡ്ജാണ് അജയ് കുമാർ ത്രിപാഠി. അതുകൂടി ഓർമ്മിച്ചേക്കാം, അത് കറണ്ട് അഫയറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ 70ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് വിച്ച്
ഡിലീറ്റഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് നമുക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 44ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരമാണ് 1978 എന്ത് ചെയ്യുന്നത് അത് എടുത്ത് കളഞ്ഞത്. ജനതാ ഗവൺമെൻറ് വന്നതിന് ശേഷം അത് എടുത്ത് കളയുന്നത്. അതിൻ്റെ മുമ്പ് വന്നതാണ് 42ാമത്തെ അമെൻഡ്മെൻറ്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് ഈ 42. അത് 1976 ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത് അമെൻഡ്മെൻറ്റ് വരുന്നത്. 71 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം. യൂഷ്വലി ദ പ്ലെയർ ഹൂ സ്കോർസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഗോൾസ് ഈസ് അവാർഡഡ്. അപ്പോൾ ആ പ്ലെയറിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഈസ് അവാർഡഡ് ദി ഗോൾഡൻ ബൂട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സിംഗിൾ പേഴ്സൺ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഇഫ് നെസസറി. അബൌട്ട് 70% ഓഫ് ദി എർത്ത് ആണ്. അതായത് എർത്തിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ദി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി. Fill in the blank. The milk maid poured the entire milk into a large bottle. ലാർജ് ബോട്ടിലേക്ക് pour ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് വരിക. അതേപോലെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡോക്ടർ സൈഡ് വേർ ഡു യു ലിവ് എന്നതിൻ്റെ അപ്പോൾ ഇതിൽ പാസ്റ്റിലേക്കാവുന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഓർമ്മിക്കണമെങ്കിൽ ആദ്യമായിട്ട്. അപ്പോൾ ലിവ്ഡ് എന്നാണ് വരിക. അപ്പോൾ ദ ഡോക്ടർ ആസ്ക്ഡ് വേർ ഐ ലിവ്ഡ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 75ാമത്തെ ക്വസ്റ്റ്യനിൽ നോ എറർ ആണ്. അതായത് അത് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എറർ ഉണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹാഡ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക്ഷോപ്പ് യു വുഡ് ഹാവ് ബീൻ സെലക്ടഡ് ടു ദി പോസ്റ്റ്. 76ാമത്തെ ക്വസ്റ്റ്യൻ ടു പ്രീൻ മീൻസ്. ടു പ്രീൻ എന്ന് വെച്ചാൽ ക്ലീനിങ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. 77 മൈ ലൊക്കേഷ്യസ് റൂംമേറ്റ് ഗോസ് ടു ബെഡ് ഏർലി. അപ്പോൾ ലൊക്കേഷ്യസ് എന്നതിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അതേ മീനിങ് വരുന്ന വാക്ക് എന്താണ്? ടോക്കേറ്റീവ് ആണ്. അതായത് വളരെയധികം കൂടുതൽ സംസാരിക്കുന്ന ആളെ പറയുന്ന ഒരു പേരാണ് ലൊക്കേഷ്യസ്. ഇനി ഇതിലുള്ള പയസ് എന്നുള്ളത് സ്ട്രോങ്ലി ബിലീവിങ് റിലീജിയൻ. അതായത് മതത്തിൽ ഭയങ്കരമായിട്ട് വിശ്വാസമുള്ള ഒരാളെ പറയുന്നതാണ് പയസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മതവിശ്വാസി എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. 78 ടു ടേക്ക് സംബഡി ഫോർ എ റൈഡ്. ഇതൊരു ഇഡിയമാണ്. ഈ ഇഡിയത്തിൻ്റെ മീനിങ് ടു ടേക്ക് സംബഡി ഫോർ എ റൈഡ് എന്ന് വെച്ചാൽ ഡിസീവ് സംബഡിയാണ്. അതായത് ഒരാളെ ചീറ്റ് ചെയ്യുക, പറ്റിക്കുക എന്ന അർത്ഥമാണ് ടേക്ക് സംബഡി ഫോർ എ റൈഡ് എന്നുള്ളതിൻ്റെ മീനിങ്. വിച്ച് എമംഗ് ദ ഫോർ ഈസ് ദി ആൻറ്റോണിം ഓഫ് ഫ്രൈവലസ്. ഫ്രൈവലസ് എന്നതിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെന്താണ്? ഫ്രൈവലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് അല്ലാത്തതെന്നാണ് അർത്ഥം. സില്ലി ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? സീരിയസ് ആണ്. 80 ചൂസ് ദി ആൻറ്റോണിം ഓഫ് ദി വേർഡ് അണ്ടർലൈൻ. ഹി ഹാസ് നോ ഫ്യൂറി ലൈക്ക് ദി വുമൺ സ്കോൺഡ്. അതായത് ഇതിൻ്റെ അണ്ടർലൈൻ ചെയ്തതിൻ്റെ ആൻറ്റോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. സ്കോൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറസ്പെക്റ്റ് ആണ്. സ്കോൺഡ് റെസ്പെക്റ്റ് ഇല്ലാത്തത്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് എന്താണ്? റെസ്പെക്റ്റഡ് ആണ്. 81 മുതലുള്ള മലയാളമാണ്. അപ്പോൾ നോക്കാം. അകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണമാണ് സൂര്യൻ ഉദിച്ചു വന്നതിന് അകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണം. അതുപോലെ പശു പ്ലസ് കിടാവ് ചേർന്നിട്ട് പശുക്കിടാവാകുന്നത് ഒരു ദിത്വ സന്ധിയാണ്. 88 പൂജക ബഹുവചനത്തിനുള്ള ഉദാഹരണമാണ് സ്വാമികൾ. 84 ദീപാവലി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായി ചെലവ് ചെയ്ത് നശിക്കുക എന്നാണ് ദീപാവലി കുളിക്കുക. 85 നിർലോഭ എന്ന വാക്കിൻ്റെ അർത്ഥം അത്യാഗ്രഹമില്ലാത്തതാണ്. അത്യാഗ്രഹമില്ലാത്ത. 86 മലകൾ താഴ്വരകൾ മനുഷ്യർ ആരുടെ കൃതിയാണെന്നാണ് ക്വസ്റ്റ്യൻ. കെ പാനൂറിൻ്റെ കൃതിയാണ് തന്നിരിക്കുന്നത്. 87 നന്ദനാർ എന്ന തൂലികനാമത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ PC ഗോപാലനാണ്. 88 സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളിയാണ് ബാലാമണിയമ്മ. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ബാലാമണി അമ്മ. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്നതിൻ്റെ ഇംഗ്ലീഷ് പരിവർത്തനമാണ് നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ. രാജേഷ് നോവൽ എഴുതും എന്നതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് രാജേഷ് വിൽ റൈറ്റ് എ നോവൽ എഴുതുന്നതാണ്. അപ്പോൾ വിൽ റൈറ്റ് എന്നാണ് വരിക. 90 മുതലുള്ളത് IT ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ ബ്രൗസർ. താഴെ തന്നിരിക്കുന്ന ബ്രൗസറിനുള്ള എക്സാമ്പിൾ ഏതാണ്? അത് മോസില്ല ഫയർഫോക്സ് ആണ്. ഈ ഗൂഗിൾ, അതേപോലെ യാഹു, ബിങ് ഇതൊക്കെ എന്താണ്? ഈ മൂന്നെണ്ണവും സെർച്ച് എൻജിൻസ് ആണ്. മോസില്ല ഫയർഫോക്സ് മാത്രമാണ് ബ്രൗസറായിട്ട് അതിലുള്ളൂ. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. താഴെ തന്നിരിക്കൽ കൂടുതൽ പെടാത്തത് പ്രിൻ്ററാണുള്ളത്. പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. എന്നാൽ ബാക്കി 3 എന്താണ്? ഇൻപുട്ട് ഡിവൈസുകളാണ് ബാക്കി തന്നിരിക്കുന്ന 3. 93 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ ഫോർ ഇമേജ് എഡിറ്റിംഗ്. ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീ സോഫ്റ്റ്വെയർ ജിംബാണ്. ലിനക്സിലൊക്കെ കാണുന്ന ജിംബാണ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 94 ഹൂ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഇമെയിൽ. ഇമെയിലിൻ്റെ ഫാദർ എന്ന് പറയുന്നത് റേ ടോമിൽസൺ ആണ് ഇമെയിലിൻ്റെ ഫാദർ. ബിൽ ഗേറ്റ്സ് ആണ് മൈക്രോസോഫ്റ്റിൻ്റെ CEO അല്ലെങ്കിൽ ഉപജ്ഞാതാവ്. ലിനസ് ടോർവാൾഡ്സ് ആണ് ലിനക്സിൻ്റെ ഉപജ്ഞാതാവ്. ഡെന്നിസ് റിച്ചയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജായ C കണ്ടുപിടിച്ചിരിക്കുന്നത്.
95 വിച്ച് ഇസ് എൻ ഇമേജ് ഫോർമാറ്റ്. താഴെ തന്നിരിക്കുന്ന ഇമേജ് ഫോർമാറ്റ് JPEG ആണ് ഇമേജ് ഫോർമാറ്റ്. MP3 എന്ന് പറയുന്നത് ഓഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് MP3. DOC എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് DOC. വേർഡ് അതുപോലെയുള്ള ഡോക്യുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. XL എന്ന് പറയുന്നത് XLX എന്ന് പറയുന്നത് എക്സൽ ഷീറ്റുകൾ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പവർ ഷീറ്റുകളായിട്ട് ബന്ധപ്പെട്ടതാണ് XLS. 96 എക്സ്പാൻഡ് PDF ഫുൾ ഫോം പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹൈ ലെവൽ ലാംഗ്വേജ്. തന്നിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലാത്തത് യുനിക്സ് ആണ്. ഈ CPP, ജാവ, അതേപോലെ PHP ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ശരിക്കും നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചാണ്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. വിച്ച് ഡേ സെലിബ്രേറ്റഡ് ആസ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ നമ്മൾ ആഘോഷിക്കുന്നത് December 2-നാണ്. എന്നാൽ തെറ്റിപ്പോയത് November 30 കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിൽ അധികം അവർ തരാറുണ്ട്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ November 30, അതേപോലെ കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ December 2. വിച്ച് സെക്ഷൻ ഓഫ് IT Act 2000 വാസ് ഡിസ്മിസ്ഡ് ആസ് പെർ സുപ്രീം കോർട്ട് വേർഡിക്റ്റ്. IT Act 2000 ഒരു ഭാഗം എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് എന്താണ്, സ്പീച്ചിന് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ചിന് എതിരാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 66A ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് എടുത്തു കളഞ്ഞത്, IT Act 2000 നിന്ന് എടുത്തു കളഞ്ഞത്. വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് പൈ ആയിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം പൈ വേർഷന് ശേഷം നിങ്ങൾക്കറിയാം, ഇവിടെ കാണാം പൈന് ശേഷം എന്ത് വന്നിട്ടുണ്ട്, ആൻഡ്രോയിഡ് 10 വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 അതേപോലെ ആൻഡ്രോയിഡ് 11 ഇറങ്ങാൻ പോകുന്നുണ്ട് അടുത്തതായിട്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻഡ്രോയിഡ് 10 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ പൈ ഉണ്ടെങ്കിൽ പൈ ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്.